കിടന്ന് ഞെളിഞ്ഞ് നെഞ്ചും പിരിച്ച് നിൽക്കുക വലിയ ആടിനെ പോലെ. എടോ താരൊക്കെ മനുഷ്യരാണല്ലോ. അവിടെ റോട്ടിലൊരാളെ നാട്ടുകാരെല്ലാരും കൂടി എടുത്തിട്ട് ഇടിച്ച്. തനിക്കൊന്നും പോയി ഇടപെടാൻ പാടില്ലായിരുന്നു. അത് കൊള്ളാം. ഞാൻ ഇടിയും കൊള്ളണം, പിന്നെ ഇടപെടും വേണം. അല്ല പിന്നെ ഞാൻ വെറുതെ നടന്നു വരുമ്പോ എന്റെ ഈ കൈ ഞാനിങ്ങനെ വെറുതെ പൊക്കിയപ്പോ ഒരു പെണ്ണിനെ കഴുത്തി കൊണ്ടതാ. അവളുടെ കഴുത്തി കിടക്കുന്ന മാലവത് എന്റെ പോക്കറ്റിൽ വീട്. അയ്യോ, എല്ലാരും കൂടി എന്നെ ഇടിയിടിച്ചെന്നറിയാമോ? പക്ഷെ ഇതിന്റെ ഇടയിൽ ഒരുത്തം പറയുന്നുണ്ടായിരുന്നില്ല, അയാള് പാവോണോ, അയാളെ വെറുതെ വിട്ടരും, അയാളൊന്നും ചെയ്യില്ലെന്ന്. ഈ ഇടക്ക് വിളിച്ചു പറഞ്ഞാരാണോ? ഈ ഞാൻ തന്നെ അല്ലാണ്ടാരാ. ഇയാള് എങ്ങോട്ട് പോവുകയാണ്? ഞാൻ കടവരെ പോവാണ്. അതാ എന്നാ പോവാൻ പാടില്ല. പിന്നെ ഇവിടെ കിടന്നില്ല. തനിക്കെന്ത് വേണം? പോടാ, താൻ തന്റെ കാര്യം നോക്കണോ? കുടുംബത്ത് പോടാ. കുടുംബത്ത് ഇന്നെല്ലാത്തിനും ഞാൻ ശരിയാക്കി ഉണ്ടേലെന്താ ഇല്ലേലെന്താ? ഉണ്ടില്ലെങ്കിൽ ഉണ്ടണ്ട, പക്ഷെ ഉണ്ടാത്ത പോലെയല്ല നിന്നൊക്കെ പറിച്ചിട്ട്. എന്റെ അമ്മ വിഷമിച്ചു പോയി. കർത്താവിനെ കണ്ടിട്ടോ? കർത്താവ് നമ്മുടെ നാഥൻ, നമ്മുടെ കർത്താവ് എല്ലായിടത്തും മുട്ടുമുണ്ട്, തൂണിലുമുണ്ട്, തുരുമ്പിലുമുണ്ട്, നമ്മുടെ മനസ്സിലുമുണ്ട്. കർത്താവിനെ കുറിച്ച് പറയുവാനായിട്ട് എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. മകനെ, നീ ഞങ്ങളോടൊപ്പം വരിക, ഞങ്ങളുടെ പ്രാർത്ഥനയിൽ പങ്കുചേരുക. ഞാൻ വരാം, പക്ഷെ എനിക്ക് ബിരിയാണി ചോറ് തരണം. എനിക്ക് പോരാൻ നേരത്തെ 200 രൂപയും തരണം. പറ്റുമോ? നീ വേദപുസ്തകത്തിന്റെ 6-ാമത്തെ കണിയിൽ 5-ാമത്തെ അധ്യായം വായിച്ചിട്ടുണ്ടോ? നീ ഉണ്ടില്ലെങ്കിലും അവളെ ഉറക്കുക. അതിന് ഞാൻ വീട്ടിൽ ചെല്ലാൻ നേരത്തെ ഉള്ളത് കൂടെ അവള് തിന്നിട്ട് അവള് കിടന്നുറങ്ങും. പിന്നെ ഞാൻ അവളത്തിന് ഉണ്ടിക്കണേ. നീ ഉടുത്തില്ലെങ്കിൽ അവളെ ഉടുപ്പിക്കുക. എന്റെ ഉള്ള മുണ്ട് വരെ എടുത്തിട്ട് അവള് സാരിയും ചുരിദാറും ഒക്കെ തയ്ച്ചേക്കണേ. പിന്നെ ഞാൻ അവളത്തിന് ഉടുപ്പിക്കണേ. നീ ഉറങ്ങില്ലെങ്കിൽ അവളെ ഉറക്കുക. അവള് തിന്നു കഴിഞ്ഞ് നല്ല ഉറക്കമില്ലേ? ഞാൻ ഉറക്കേണ്ട കാര്യമില്ല, അവള് ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ദൈവത്തിന്റെ മകൻ ജയറാമിന്റെ സിനിമ കണ്ടു, വളരെ നന്നായിട്ടുണ്ടോ. ഒരു ആംഗലത്തടി വീട്ടിൽ ഇരിപ്പിട്ട് അത് ഞാൻ കർത്താവിൽ അർപ്പിക്കാം. പക്ഷെ കാശ് കുറച്ച് നിങ്ങൾ ഇടപാട് ചെയ്ത് ഞാൻ പറഞ്ഞോട്ടെ, ആകാശത്തിലെ പറവകൾ വിതയ്ക്കുന്നുമില്ല, കൊയ്യുന്നില്ല, അവ കളപ്പറയിൽ ശേഖരിക്കുന്നുമില്ല. പക്ഷെ ബസ്സിലെ കിളികൾ തോണ്ടുന്നുണ്ട്, ചിക്കുന്നുണ്ട്, മാതുന്നുണ്ട്, പക്ഷെ ആരും അറിയുന്നില്ല. വലിയവനാണ്. ആണോ? ഞാൻ അറിഞ്ഞില്ലേ വലിയവനാന്നുള്ള കാര്യം. ദൈവം വിളിക്കും. ഒരു കാര്യം ചെയ്യും, എന്റെ മൊബൈൽ നമ്പർ കൊടുത്തരും, മിസ് കോൾ അടിക്കരുത് പറഞ്ഞു. കാരണം എന്റെ കാശില്ല, തിരിച്ചു വിളിക്കാൻ. മകനെ, നീ നിന്റെ ശത്രുക്കളോട് ക്ഷമിക്കും. ഞാൻ ക്ഷമിച്ചല്ലോ. കഴിഞ്ഞ ദിവസം എന്റെ വീടിന്റെ പരിസരത്തുള്ള ഒരു ശത്രുവോട് ഞാൻ ക്ഷമിച്ചു. നീ വലിയവനാണ്. ഞാൻ വലിയവനായത് കൊണ്ടല്ല, അവൻ എന്റെ പെണ്ണുമ്പോൾ ഒളിച്ചോടി പോയി. അവൻ എനിക്ക് മനസ്സമാധാനം തന്നു. മകനെ, വേദപുസ്തകത്തിൽ 4-ാം ഖണ്ഡത്തിൽ 5-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഇല്ല. സ്വർഗത്തിൽ പോകുന്നു, എന്നാൽ തിന്മ ചെയ്യുന്നവനോ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നു. മകനെ, മനുഷ്യബന്ധം നിലനിൽക്കുന്നത് കെമിസ്ട്രിയിലാണ്. ആര് പറഞ്ഞു കെമിസ്ട്രിയിലാണെന്ന്? മാത്തമാറ്റിക്സിലാണ്. മാത്തമാറ്റിക്സ് ഒരു വട്ടപൂജ്യം. അതറിയോ? ഭൂഗോളത്തിന്റെ ഓരോ സ്പന്ദനവും മാത്തമാറ്റിക്സിലാണ്. തന്റെ കൈവെട്ടിയെ ചേർത്താൽ എന്നെ സംബന്ധിച്ചോളം മരിച്ചു കഴിഞ്ഞു. മകനെ ഞാനൊരു തെങ്ങ വെച്ചു, 18-ാം പട്ട. പട്ടയ്ക്ക് ഞാൻ 24 മണിക്കൂറും വെള്ളം ഒഴിക്കും. ചിലപ്പോ വെള്ളം ഒഴിക്കാതെ ഇരിക്കും, ഡ്രൈ ആയിട്ട്. അതെന്റെ ഇഷ്ടം. അത് വെച്ചിട്ട് പാവക്ക് കീ കൊടുത്തോളി. മകനെ, കർത്താവിനെ നീ കണ്ടിട്ടുണ്ടോ? കർത്താവ് ആകാശത്തിലുണ്ട്, ഭൂമിയിലുണ്ട്. കർത്താവ് സർവ്വവ്യാപിയാണ്. നിന്റെ വീട്ടിലുണ്ട്, നിന്റെ ഹൃദയത്തിലുണ്ട്, എന്റെ ഹൃദയത്തിലുണ്ട്. കർത്താവിനെ നീ കണ്ടിട്ടുണ്ടോ? കർത്താവ് എന്റെ പേഴ്സിലുണ്ട്. എന്റെ പേഴ്സിൽ കർത്താവുണ്ട്. കർത്താവിനെ കണ്ടിട്ടില്ല. ദേ നോക്കൂ, എന്റെ പേഴ്സിലേക്ക് മകനെ. കർത്താവാണ് കാണുന്നത്, നമ്മുടെ കർത്താവ്. സിനിമാ നേരം ബാബുവാന്റെ ഫോട്ടോ കാണിച്ചിട്ട് കുറെ കർത്താവ് വളർന്നു. അയ്യോ, അപ്പൊ ഇത് കർത്താവല്ലേ? അല്ല, നിന്റെ ഭർത്താവ്. പിന്നെ ആരാണ് കർത്താവ്? വിശ്വാസമാണ് എല്ലാത്തിന്റെയും അടിത്തറ. നല്ലത് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നിടത്ത് ദൈവം ഉണ്ടാകും. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. എന്തുകൊണ്ട്? ഞാനൊരു നിരീശ്വരവാദിയാണ്. ഞാൻ ഈ പറഞ്ഞത് വിശ്വസിക്കുന്നില്ല. എന്റെ അള്ളാഹ് യേശു അയ്യപ്പനാണ് സത്യം.
നമസ്കാരം. ഞാൻ പ്രകാശൻ. ഇന്ന് ഓണമായിട്ട് 2 അടിക്കാൻ ഒറ്റ വഴി പോലും ഞാൻ കാണുന്നില്ല. നിങ്ങൾക്കറിയാലോ എനിക്ക് ജോലി ചെയ്യാൻ പാടില്ലാന്ന്. ഞാൻ ജോലി ചെയ്യുമ്പോഴേ എൻ്റെ ശരീരം മൊത്തം അങ്ങനെ വെള്ളം പോലെ വരും. ചിലരതിനെ വിയർപ്പെന്നാ പറയുന്നത്. അതുകൊണ്ട് 2 അടിക്കാനുള്ള വഴി തുറന്നു തരാൻ നിങ്ങളും കൂടി ഒന്ന് പ്രാർത്ഥിക്കണം. ഒരു വഴിയുണ്ട്, ഇപ്പൊ വരാം. ചേട്ടോ, പേപ്പർ വേണോ? പിന്നെ പേപ്പർ വേണം. ആ, ഇതാണോ? എന്നാ എടുത്തോ. നല്ല കനമുണ്ടല്ലോ. പിന്നെ ഇപ്പോഴത്തെ പേപ്പറല്ലേ, നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവും. അത് ശരി. എന്നാ, ഇത് വെച്ചോ. ഓ, സന്തോഷം. പൊക്കോ. ഔ, നല്ല കനം. ഔ, അത് പോട്ടെ. ഇതെന്ത് ഇഷ്ടികയോ? എടാ സാമദ്രോഹി, നിന്നെ ഞാൻ 10, 20, 30. ഇതെന്താടാ എന്നാ ഇത്? ചേട്ടന്റെ പൈസ പിടിച്ചേട്ടാ. എന്റെ ഇഷ്ടിക ദോഷം. എന്നാ. ഡാ, എന്ത്? മേലെ ഇതുപോലെ തട്ടിപ്പോയിട്ട് വന്നു. അങ്ങോട്ട് മാറി. ഇടിച്ച് ഞാൻ കൊല്ലും, പന്നി. രാവിലെ പോലെ മനുഷ്യൻ പല്ലേക്കാതെ പോയി ക്യൂവിൽ നിൽക്കണു. അയ്യോ, ഞാൻ അത് ഉദ്ദേശിച്ചല്ല. നീ എന്തുദ്ദേശിച്ചാലും പോയി ക്യൂവിൽ നിൽക്കടാ. യൂണിഫോം കിട്ടിയ നന്നായി. ഇവർക്ക് എന്നെ കൊടുക്ക ആദ്യത്തെ പണി. ആ യെസ് സാർ, ബില്ലില്ലാതെ ആര് മദ്യം കൊണ്ടായാലും അവരെ കസ്റ്റഡിയിൽ എടുക്കും സാർ. ഓക്കെ സാർ. ആ സാറേ, ഇവിടെ ഒരുത്തം വെള്ളം അടിച്ച് ഓവറായി കിടപ്പുണ്ട്. ഓവർ ഓവർ. ഡാ ഇവിടെ കിടന്ന് ഉരുണ്ടും അറിയാതെ ആ ക്യൂവിൽ നിൽക്കടാ. കിണിച്ചോ, ഞാനിതിന്റെ ഷട്ടർ തുറന്ന് അകത്ത് കടന്ന് സാധനം എടുത്ത് തന്നാലല്ലേ നിനക്കൊക്കെ കൂച്ചാൻ പറ്റൂ. സാറെന്താ ഇവിടെ? ഞാനോ? അതായത് ബില്ലില്ലാതെ മദ്യം കൊണ്ട് ആര് പോയാലും അവരെ കസ്റ്റഡിയിൽ എടുക്കാൻ SI പറഞ്ഞു വിട്ടതാ. ഈ മദ്യം ഇങ്ങോട്ട് ഇറക്കണതാരാ? അത് സർക്കാർ. ബില്ലില്ലാതെ പോകുന്നവരെ പിടിക്കണതാരാ? അത് പോലീസ്. സർക്കാരിന്റെ പോലീസ്. ആ. ഈ നിക്കണ കുടിയന്മാരൊക്കെ ഒരു ദിവസം കുടിയങ്ങ് നിർത്തിയ സർക്കാർ എന്തോ മതി ഇതാ. തുറന്നു കിട്ടി. ഒരു ക്വാർട്ടർ. എന്നാ പിടി ഈ ക്വാർട്ടർ. ഇവിടെ എന്താ വേണ്ടേ? ഇതാ പറഞ്ഞ തടി ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. വെള്ളം അടിച്ചു കഴിഞ്ഞാൽ എക്കെ പോക്കാ. എടാ എനിക്ക് പോടാ. അവിടെ 2 കോടി കൊടുത്തു. ഇനി നാളെ 3 കോടി രൂപ ഞാൻ കൊണ്ടുപോയി കൊടുക്കും. ദയവ് ചെയ്ത് എന്നോട് ഈ കാശിന്റെ കണക്ക് പറയല്ലേ ചേട്ടാ. 5 ലക്ഷം രൂപയല്ലേ? നാളെ തന്നെ ഞാൻ ബാങ്കിലേക്ക് 5 ലക്ഷം രൂപയുടെ ഡ്രാഫ്റ്റ് ഇട്ടേക്കാം. ഏട്ടൻ വന്നെടുക്കാൻ മറക്കരുത്. 5 ലക്ഷം രൂപയല്ലേ? നാളെ തന്നെ. ഓക്കെ ചേട്ടോയ്, ഏറ്റവും കുറഞ്ഞ ക്വാർട്ടറിന് എന്താ വില? 50 രൂപ. 45 രൂപയുടെ ക്വാർട്ടർ ഉണ്ടാ? ഇല്ല. ചേട്ടാ, ഇനിയിപ്പോ എന്നാ ചെയ്യും? ചേട്ടോയ്, 5 രൂപ എടുക്കാൻ. 5 രൂപ എന്തിനാ? 5 രൂപക്കാന്റെ ഒരു ക്വാർട്ടർ നമുക്ക് വട്ടം പൊട്ടിക്കായിരുന്നേ. ആർക്ക് വേണോടോ തന്റെ ക്വാർട്ടർ? ഞാൻ ജോണി വോക്കർ ഫുള്ള് മേടിക്കാൻ വന്ന. ഇനിയിപ്പോ ഇവിടെ കള്ള് ഷാപ്പ് അവിടെ കാണും. അവിടെ എങ്ങാനും ഉണ്ട്. ആണാ? പക്ഷെ അവിടെ ആനമൈക്കേ കിട്ടത്തുള്ളൂ. ആന മയക്കെങ്കിൽ ഹലോ, 10 ലക്ഷം രൂപയല്ലേ? ഞാൻ വീട്ടിൽ കൊണ്ടെത്തിക്കാം. ബില്ലൊന്നും വേണ്ടേ? അവിടെ ആ ബില്ലും ബില്ല് കളഞ്ഞുപോയി. ബില്ലില്ലെന്നോ? ബില്ല് കളഞ്ഞു. അതൊന്നും പറയാൻ പറ്റില്ല. ബില്ല് കറണ്ട് ബില്ലുണ്ട്. മതിയോ? കറണ്ട് ബില്ല? വീട്ടിലെ കറണ്ട് ബില്ലേ? അതൊന്നും പറയാൻ പറ്റില്ല. സാധനം തരാൻ പറ്റില്ലെന്ന്. സാധനം തരില്ലെന്ന്. അരി മേടിക്കാൻ പറ്റിയ കാശാ. അരി മേടിക്കാൻ പറ്റിയ സാധനം ഇങ്ങട് തടാ. എല്ലാം പോയി. എന്റെ അമ്മയും പോലീസ്. നമസ്കാരം സാറേ.
സാർ ഏത് സ്റ്റേഷനിലാണ് ഡ്യൂട്ടി? അല്ല സാർ, ഞാൻ അങ്ങനെയൊന്നുമില്ല, എല്ലാ സ്റ്റേഷനിലും ഉണ്ട്. പോലീസ് സ്റ്റേഷൻ, ഫയർ സ്റ്റേഷൻ, സിവിൽ സ്റ്റേഷൻ. ഒന്ന് വിട്ടുപോയി, കംഫർട്ട് സ്റ്റേഷൻ. ഓ. ഞങ്ങള് പോലീസുകാരുടെ യൂണിഫോം എടുത്തിട്ടോണ്ട് ഞങ്ങൾക്ക് കിട്ടുക തന്നെ പണിയുന്നോടാ കളറാസ്കൾ. ആണടാ നീ? എന്റെ പൊന്നു സാറേ, ഞാനൊരു പാവാ സാറേ. നീ പാവാണോ പണക്കാരനാണോ എന്നുള്ളത് സ്റ്റേഷനിൽ ചെന്നിട്ട് തീരുമാനിക്കാം. സാറേ, ഓണായിപ്പോ 2 അടിക്കാൻ വേണ്ടിട്ട് ഞാൻ ഈ യൂണിഫോം എടുത്തിട്ടത്. റാസ്കൾ, നീയൊക്കെ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയ ഞങ്ങള് പാവപ്പെട്ട കാശില്ലാത്ത ഒറിജിനൽ പോലീസുകാർ എന്ത് ചെയ്യൂടെ? എടേ, ഞങ്ങൾക്കും ഓണക്കാലത്ത് കഴിക്കാൻ ഇതൊക്കെ അല്ലടേ ഉള്ളൂ മാർഗം. അതെ. ഇനി ഞങ്ങളുടെ യൂണിഫോം എടുത്ത് അണിയോ? ഇല്ല. അണിയുവോ? ഇല്ല. അണിയുവോ? ഇല്ല. കളാറിന്റെ മോളല്ലേ? അതെ അപ്പൂപ്പ, എവിടെ പോവാ? ഞാൻ ഓഫീസിൽ പോവാ. ആണോ? ജോലി ഉണ്ടാ? ഉണ്ട്. എന്താ ജോലി? ടൈപ്പിസ്റ്റാ. നിന്നെ കണ്ടാൽ അറിയാത്ത ഒരു ടൈപ്പാണ്. തിയേറ്ററിൽ ഒരു പുതിയ പടം ഇറങ്ങിയിട്ട് പോയാലോ? കിളവൻ കൊള്ളാലോ, കുഴിയിലേക്ക് കാലു നീട്ടി ഇരിക്കുവാ. നമുക്ക് തിയേറ്ററിൽ പോയി കഴിഞ്ഞിട്ടിരിക്കാം. വരട്ടെ. എന്താ പരട്ടേന്നോ? അല്ല, വരട്ടേന്ന്. എന്റെ പൊന്നോ, ഇവളൊക്കെ എന്തോ. എടോ കിളവാ, നാണാവില്ലേ? മകളുടെ പ്രായമുണ്ടല്ലോ. സിനിമയില് കഥയില്ലെന്ന്, കഥ കഥ. അല്ലെങ്കിൽ വന്നല്ലേ വിളിച്ചോക്ക്. സിനിമ കഥയില്ലെന്ന്. കണ്ടിട്ട് കുറെ നാളായല്ലോ. ആരാ? ഞാൻ രമേശൻ, കുമാരന്റെ മോൻ. നിന്റെ വിശ്വാസം, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. അതെ, ഇപ്പൊ ശ്വാസം മുട്ടലൊക്കെ ഉണ്ടോ? ശ്വാസവും മുട്ടുണ്ട്, ഉള്ളാരും മുട്ടുണ്ട്, രാത്രി ആരുടെ വന്ന് വാതിലും മുട്ടലുണ്ട്. ആകെപ്പാടൊരു തട്ടുമുട്ടും ബഹളോടാ. ഈ ചുമ എങ്ങനെയുണ്ടെങ്കിൽ ഏതെങ്കിലും നല്ല ഡോക്ടർമാരെ കൊണ്ട് കാണിക്കാൻ പാടില്ലേ? ഞാൻ ഡോക്ടറെ കൊണ്ട് കാണിച്ചതാ. അപ്പൊ ഡോക്ടർ പറയാണ് വില്ലൻ ചുമയാണെന്ന്. ഏത് ഡോക്ടറെ കാണിച്ചത്? ഡോക്ടർ ഭീമൻ രഘു. നല്ലൊരു ജോലി ഉണ്ടായിരുന്നല്ലേ, അതിന് പൊക്കൂടായിരുന്നോ? എനിക്ക് വലിയൊരു കമ്പനിയിലാണ് ജോലി എന്നുള്ള കാര്യം നിനക്കറിയാലോ, വാച്ചുവാനായിട്ട്. അപ്പൊ അവര് പറഞ്ഞു വാച്ചിന് കംപ്ലൈന്റ് ആയതുകൊണ്ട് ഇനി അങ്ങോട്ട് വരണ്ട, വാച്ച് നന്നാക്കിയിട്ട് വന്നാ മതി. എന്നാ പിന്നെ ജോലിക്ക് പോണ്ട, മകനൊരുത്തിന് അമേരിക്കല്ലേ, അങ്ങോട്ട് പോയിക്കൂടെ? അവരിങ്ങോട്ട് വരണ്ടേ? ഈ എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമോ? എന്താ കാര്യം? മണ്ടം കൂടാപ്പാ, നീ ഇതിൽ കടിച്ചൂങ്ങിക്കിടന്ന് അകത്തോട്ട് വാടാ. ഇതൊക്കെ ഒന്ന് കഴുകിയിടത്. അയ്യോ, ഇത് അങ്ങനത്തെ അറേഞ്ച്മെന്റ്സ് ഇവിടെ വന്നതിന്റെ പെട്ടെന്ന് ഇങ്ങോട്ട് എത്തും. എടാ, നിനക്കറിയോ എനിക്ക് പഠിക്കുവാൻ പറ്റില്ല, മടിയായിരിക്കും അല്ലേ? എടാ, നിന്റെ ഒക്കെ പ്രായത്തിൽ ഞാൻ 1 ഏക്കർ പറമ്പ് ഓടിയിടുന്ന കിളക്കായിരുന്നു, അറിയോ? എന്റെ പ്രായത്തിൽ 1 ഏക്കർ പറമ്പ് ഓടിയിടുന്ന കിളക്കുമായിരുന്നു. കിളക്കുവായിരുന്നല്ല, കളിക്കുവായിരുന്നു. കിളക്കാരന്റെ പട്ടി പോകും. അല്ല, മോൻ അമേരിക്കയിലാണല്ലോ, അവിടുന്ന് ഫോൺ ചെയ്യാറുണ്ടോ? മിസ് കോൾ അടിക്കും. മകനല്ല, ഞാനിവിടെ ജീവിച്ചിരിപ്പുണ്ടെന്നും അവനവിടെ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. അപ്പൊ സംസാരമൊന്നുമില്ല. ചെലവിന് കാശ് ചേരാറുണ്ടോ? അതവൻ അയച്ചു തരും കേട്ടോ. അവൻ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നൊരു പട്ടി ഇവിടെ ഉണ്ട്. ആ പട്ടിക്ക് അവൻ ഫുഡ് മേടിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു 5000 രൂപ അയച്ചു തരും. ഞാൻ എന്തോന്ന് വെച്ചാൽ 300 രൂപയുടെ ഫുഡ് പട്ടിക്ക് കൊടുക്കും, ബാക്കി 4700 രൂപയുടെ ഫുഡ് ഞാൻ കഴിക്കും. ആ പട്ടി കാര്യം കിടന്ന് ചത്തുപോയ ബാക്കിയുള്ളവൻ പട്ടിണിയാകും. എന്താ പേര്? ബാബു. അല്ല, മോന്റെ പേരല്ലേ വെച്ച്, പട്ടിയുടെ പേരാ? 2 പട്ടിക്ക് ഒരു പേരിട്ടേക്കണേ. എന്നാ 3 പേർക്ക് ഒരു പേരിട്ട പോരായിരുന്നു. നീ എന്താ ഞങ്ങളുടെ ഫാമിലിയിലേക്ക് പോകാം? അതെ, ഇങ്ങനെ നിന്ന് സംസാരിക്കാൻ പറ്റൂല, നമുക്കവിടെ ഇരുന്ന് സംസാരിക്കാം. അങ്ങനെ നല്ല കാര്യമല്ല. ഇരിക്കുന്നെല്ലാം കൊള്ളാം, ഇരിക്കുന്നിടം കുഴിക്കരുത്, തോളത്തിൽ അവിടെ ഇരിക്കല്ലേ. ഈ കസേര ഇട്ടേക്കണെന്തിന്? അമ്മാവനും ഇരിക്കല, ഞാനും ഇരിക്കല. പിന്നെ അത് പട്ടിക്ക് ഇരിക്കാനുള്ള കസേരടാ. പട്ടിക്ക് ഇരിക്കാനോ? പട്ടിയുടെ വില കേട്ടാ നീ ഞെട്ടും. നിനക്ക് ഇവിടെ ഇതിന്റെ അകത്ത് കയറാൻ പോലും പറ്റൂല, അറിയാമോ? കഴിഞ്ഞ ദിവസം ഞാനൊരു വീഴ്ച കൂടെ ബാത്റൂമിൽ, അപ്പൊ തന്നെ മോന്റെ വിളി വന്നു. ടെൻഷൻ അവൻ എന്നെ വിളിച്ചിട്ട് പറയുന്നു, വല്ലയിടത്തും തലയും കുത്തി കിടക്കാതെ വല്ല മരുന്നും പോയി മേടിക്ക്, പട്ടിക്ക് തീറ്റ കൊടുക്കാനുള്ള, പട്ടി കിടന്ന് ചത്തുപോകുന്നു. സത്യം പറയാലോ, ഇപ്പൊ എന്റെ വീട്ടിലെ പട്ടിനെ കാണുമ്പോ എന്റെ മോന്റെ മോൻ ഓർമ്മ വരും എനിക്ക്. അതേതായാലും അച്ഛനെ വാർത്ത് വെച്ച പോലെ. ഒരു മോളുണ്ടായിരുന്നല്ലോ, അതിന്റെ കല്യാണം കഴിഞ്ഞു? അത് എറണാകുളത്ത് നിന്ന് ഒരു ആലോചന വന്നായിരുന്നു. ചെക്കന്റെ പേര് കേട്ടപ്പോ വേണ്ടെന്ന് വെച്ചു. ഒരു പേരിലൊക്കെ എന്ത് കാര്യം? പേര് കേട്ടത് ഞെട്ടിപ്പോ. നിരഞ്ജൻ.
മൂന്നും നാലും ഭാര്യമാരുള്ള ആൾക്കാരല്ലേ ഈ പേരുള്ളവര്. സീരിയല് കാണാറില്ലല്ലേ? ഞാനൊന്നും കാണാറില്ല. നീ എവിടെ നിന്ന് ഈ ആലോചന വന്നത്? എറണാകുളം ഒരാലോചന, കുന്നംകുളം, കൂത്താട്ടുകുളം, കായംകുളം, ഇങ്ങനെ ഇങ്ങനെ. ഇതെന്തേട്ടാ ഇത്? എറണാകുളം, കുന്നംകുളം, കൂത്താട്ടോളം, കായംകുളം എല്ലാം കുളത്തിൽ നിന്നാണ്. ഇതൊക്കെ എന്തോ കോളം? കല്യാണം നടക്കാതെ വന്നപ്പോ എന്റെ മോള് ചാടിച്ചത്ത കോളം കണ്ടിട്ടുണ്ടാ നീ? ഇല്ല. അതാണ് കോളം. അല്ലടാ, നിനക്കധികം പ്രായമൊന്നും ആയില്ലല്ലോ. നിനക്കൊരു കല്യാണം കഴിക്കാൻ പാടില്ലായിരുന്നോ? ആദ്യ ഭാര്യനെ ചവിട്ടിക്കൊന്നവർക്ക് ആരും പെണ്ണ് തരില്ലെന്ന്. എന്തിനു ചവിട്ടി കൊല്ലാനാ? എന്റെ ചേട്ടാ, ഞങ്ങളുടെ ഫാമിലിയെ കുറിച്ച് അറിയാമോ? എന്താണ്? രാജാക്കന്മാരുടെ കയ്യിൽ നിന്ന് സമ്മാനമായിട്ട് മോതിരം മേടിച്ചുള്ള ഫാമിലിയാ. എന്നിട്ട് നാട്ടുകാർ പറഞ്ഞ മോതിരം അടിച്ചു മാറ്റിയ ഫാമിലി ആണെന്നാണല്ലോ. അങ്ങനെ പറയണ്ട. പിന്നെ ചിലപ്പോ ശരിയായിരിക്കും. ആ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? കല്യാണം കഴിച്ചു കഴിഞ്ഞ് എനിക്കുണ്ടാണ് കുട്ടി ഒരു രാജകുമാരനെ പോലെ ഇരിക്കും. അതെ, ശരിയാടാ. അങ്ങനെ തന്നെ ഇരിക്കും. അങ്ങനെ ഇരിക്കുകയും ചെയ്യും. അതുപോലത്തെ ഒരു കൊച്ചിനെ കൊണ്ട് നിന്റെ ഭാര്യ റോഡിലൂടെ നടന്നു പോകുമ്പോ നാട്ടുകാർ പറയും, നീ ഇല്ലാത്ത സമയത്ത് ഏതോ രാജകുമാരൻ കയറി നിരങ്ങിട്ട് പോയത്. എടാ നമ്മുടെ ഞാൻ നിന്നോട് ചോദിക്കണമെന്ന് ഓർത്തത്. ഇവിടെ ഒരു വേലക്കാരുണ്ടല്ലോ, കണ്ടില്ല? ആ, അതാ നിന്നോട് ഞാൻ പറയാമെന്ന്. വേലക്കാരനോട് തന്നെ കിട്ടിയാ കൊള്ളായിരുന്നു. ഇവിടെ എന്നെ പറഞ്ഞു വിട്ടടാ. അവൻ നല്ലൊരു ചെക്കനിലേട്ടാ. എന്തിനാണ് പറഞ്ഞു? എന്താ പറയണ്? ഒരു ദിവസം ഞാൻ ഇവിടെ സ്വപ്നം കണ്ടോണ്ടിരിക്ക, മട്ടനും ചിക്കനും ഒക്കെ തിന്നണത്. അപ്പൊ ഇവനെ തട്ടി വിളിച്ചിട്ട് പറയാ, അമ്മാവാ എഴുന്നേക്ക്, കഞ്ഞി റെഡിയാക്കി വെച്ചേക്കണെന്ന്. ഇവനോ ഉണ്ടാക്കി തരില്ല, സ്വപ്നത്തിലും തീറ്റിട്ടില്ലാന്ന് പറഞ്ഞ. അല്ല പിന്നെ, ഓ എനിക്ക് ഇങ്ങനെ ഒരുപാട് നേരം ഇങ്ങനെ മാർബിളിൽ ഇരിക്കാൻ പറ്റൂല. വാദമുണ്ടോ? വാദം ഉണ്ടോന്നാ? എന്താ പൊന്നോ വാദം? ആ എടാ, അല്ലേ വേണ്ട, ഇവിടെ ഇരുന്നാൽ ശരിയാവൂല. അമ്മോ, ഓക്സിജൻ കൂടുതൽ കിട്ടണത്തേക്ക് പോയിട്ട് വരാം. അതെ, ദേ പോണേറ്റ്. എന്റെ ബാവ അവിടെ നിക്ക്. ഒരു കാര്യം പറഞ്ഞ കേക്കില്ലെന്ന് വെച്ചു. എടാ, ഈ ഇടയിട്ട് എന്താണെന്ന് അറിയില്ല, ഓർമ്മ കിട്ടുന്നില്ല. അപ്പൊ അറച്ചിലൊന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല. ഓർമ്മക്കുറവുണ്ട്, അതാണ്. ഏതാണെന്ന് അറിയില്ല. ആ പടവില്ലേ നമ്മുടെ എന്താണ് രതി നിർവേദനം, അതിലാ സർപ്പക്കാവിലെ സീൻ ഉണ്ടല്ലോ, അവസാന ഭാഗം. അതങ്ങോട്ട് ഓർത്തിട്ട് കിട്ടുന്നില്ല. ഇന്നലെ കിട്ടിയായിരുന്നു. ഇനി ഞാൻ പല ഭാഗത്തും പോയിരുന്ന അങ്ങ് ആലോചിച്ചിട്ടും അങ്ങോട്ട് കിട്ടണില്ല. ഏത് ഭാഗം കിട്ടാത്തത്? നമ്മുടെ പപ്പു മാളയല്ല, മാമോക്കോയ. ഓ, ടീച്ചറെ ഇവിടെ മോന്തം വെച്ചുകൊണ്ട് വന്നേക്ക്. ഇവിടെയൊക്കെ വീട്ടിൽ വിളിച്ചു കയറ്റി എന്നെ. എടാ, നീ ഒരു കാര്യം മനസ്സിലാക്ക. എന്റെ മോന്റെ കല്യാണം വരാൻ പോവുകയാണ്. അപ്പൊ ഞങ്ങൾ അടുത്ത മാസം ഒരു കാറൊക്കെ മേടിക്കും. കാറ് മേടിക്കുന്ന കൊള്ളാം, പക്ഷെ നീളമുള്ള കാറായിരിക്കണം. നീളമുള്ള കാറല്ലടാ, ട്രെയിനാ. നിന്നെ ആരെണ്ടൊക്കെ പറഞ്ഞ് പറ്റിച്ചതാ. അല്ലേട്ടാ, ഈ അമേരിക്കക്കാരനാണല്ലോ മോൻ. അവൻ അടുത്ത ദിവസം വരുമല്ലോ. അല്ല, അതിന് പറ്റിയ സ്റ്റാൻഡുള്ള ഒരു പെണ്ണ് വേണല്ലോ. ആ, അതാണ് ഞാനും നോക്കിക്കൊണ്ടിരിക്കണം. അവൻ ചറവറ ഇംഗ്ലീഷാണ്. അപ്പൊ അതുപോലെ ചറപറ ഇംഗ്ലീഷ് ഒരു പെണ്ണ് വേണ്ടേ? അങ്ങനെ ഉണ്ടല്ലോ. നമ്മുടെ മീൻകാരത്തി വാസന്തി ഇല്ലേ, വാസന്തിയുടെ മോള് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്റെ ചേട്ടാ, വാസന്തിന്റെ മോൾക്കൊക്കെ ഇംഗ്ലീഷ് അറിയാവോ? അത് കുഴപ്പമില്ല, നമുക്ക് വേണ്ടി സ്പോക്കൺ ഇംഗ്ലീഷ് സ്പോക്കണായിട്ട് പഠിക്കാമല്ലോ. അവിടെ നല്ല പോക്കാണെന്ന് ആൾക്കാർ പറയണത്. അങ്ങനെ പറഞ്ഞ തള്ള ചെയ്താടാ. അങ്ങനെ വരില്ല. തള്ളയിൽ എന്തിരിക്കണ മോളല്ലേ കാര്യം. തള്ളയുടെ അല്ലേ മോള്? അതെ അതെ. ഞാനിപ്പോ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ എന്റെ മോന്റെ സ്റ്റാറ്റസിന് പറ്റുന്ന രീതിയിൽ ഇവളൊരു മദാമി ആക്കി എടുക്കും. അതായത് കടപ്പുറത്തോണ്ട് ഇത്ര ഉടുപ്പിട്ടി കിടത്തും. മദാമ്മമാരൊരിതാണല്ലോ. അങ്ങനത്തെ ഒരു സംഭവത്തിൽ ഞാൻ ഇവളെ റെഡിയാക്കി എടുത്തിട്ട് ഈ കല്യാണം അങ്ങ് നടത്തും കേട്ടാ. അപ്പൊ നിന്നോട് ഞാൻ ഈ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞിട്ടേ ഇല്ല. അമ്മാവൻ ഒന്നുകൊണ്ട് പേടിക്കണ്ട. കല്യാണത്തിന്റെ തലേന്ന് വരണ്ട പോയിക്കോ. നിന്നെ അവിടെ നിന്ന് ഒരു പരിചയത്തിന്റെ പുറത്താണ് അകത്ത് വിളിച്ചു കയറ്റത്. ഇന്നെ അവര് വിളിച്ചു കയറ്റിട്ടില്ലല്ലോ. ഇല്ലല്ലോ. ആ ഒരു സ്നേഹം എപ്പോഴും ഉള്ളിലുണ്ടാവും, ഈ ഹൃദയത്തിലുണ്ടാവും. ഈ ഒരു സ്നേഹം വെച്ചോണ്ട് ഇവിടെയൊക്കെ കണ്ടുവച്ചിട്ട് രാത്രി കക്കാൻ പറയില്ല. സ്നേഹം കൊണ്ട് പറഞ്ഞോ പോയിക്കോ, എങ്ങാണെങ്കിലും പോയിക്കോ. അമ്മാവോ, എങ്ങോടാ യാത്ര? ഇതെങ്ങോടാ യാത്ര? നീ ആ കൈയും കണ്ട് തന്നെ. അയ്യേ, കൈക്കിട്ട് കിസ് ചെയ്യണം. എന്ത് വൃത്തിയല്ലടാ. ഞാൻ കല്യാണം വിളിക്കാത്ത ചില ആൾക്കാർ ഒന്ന് ബിരിയാണി തക്കിട്ട് പോയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ നീ ഉണ്ടോ ഒന്ന് നോക്കിയതാ. നീ ഒന്നും ഇങ്ങോട്ട് തിരിഞ്ഞിന്ന്. ഇത്ര പ്രായമായിട്ട് എന്ത് വൃത്തികേടാ. എന്തായാലും അമേരിക്കയിലേക്ക് പോവുകയാണ്. അതിനുള്ള പ്രാക്ടീസ് ചെയ്തതാ. അങ്ങോട്ട് ചെന്നാ ഉടനെ ഇതിന്റെ ഒരു ബഹളമായിരിക്കുമല്ലേ. ഞാനേ പുകഴ്ത്തി പറയല്ല, പക്ഷെ അടിപൊളിയായിട്ടുണ്ട്. കോട്ടും സൂട്ടും കൂടിയും ഗ്ലാസും അസലായിട്ടുണ്ട്. 10 രൂപ തരാട്ടാ വരുമ്പോ, എന്തെങ്കിലും വരുമ്പോ. ഞാനും എന്റെ മോനും കൂടി അമേരിക്കയിലേക്ക് പോവുകയാണ്.
അവന്റെ കല്യാണമൊക്കെ നല്ല രീതിയിൽ നടന്നു. അവന്റെ സ്റ്റാറ്റസിന് പറ്റിയൊരു പെണ്ണിനെ ഞാൻ അവന് കെട്ടിച്ചു കൊടുത്തു. അതെനിക്കറിയാലോ. അതുകൊണ്ട് ഞങ്ങൾ അമേരിക്കയിലേക്ക് പോകും. അമേരിക്കയിലോട്ട്? അതെ. അമ്മാവൻ എന്ത് വർത്താനം പറയണത്? അവര് ചെക്കനും പെണ്ണും കൂടി കാലം പിടിച്ച് എയർപോർട്ടിലേക്ക് പോയി ഫ്ലൈറ്റ് ലേറ്റാന്ന് പറഞ്ഞിട്ട്. അയ്യോ, അവര് പോയി. ദൈവമേ, വെറുതെ ഞാനിവിടെ പട്ടീനെ നോക്കിട്ട് കാണാഞ്ഞത്. പട്ടീനെ അവര് കൊണ്ടുപോയി. പട്ടീനെ കൊണ്ടുപോയി. അയ്യോ, പട്ടി ഇവിടെ ഉണ്ടായത് കൊണ്ടാണ് എന്റെ മകൻ എല്ലാ മാസവും പട്ടിക്ക് ഫുഡ് കൊടുക്കുന്ന പറഞ്ഞ 5000 രൂപ അയച്ചു തന്നത്. ഇനിയിപ്പോ പട്ടിയില്ലാത്ത ഞാൻ പട്ടിണി കിടന്ന് ചാകുള്ളു. എന്റെ പൊന്നമ്മവ, അടുത്ത ജന്മത്തിനെങ്കിലും ഒരു പട്ടിയായിട്ട് ജനിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും. വിദേശത്തുള്ള പട്ടികളെ വീട്ടിൽ വളർത്തിയും വീട്ടിലുള്ള കുട്ടികളെ വിദേശത്തേക്ക് അയക്കുന്നതാണ് ഇപ്പോഴത്തെ നമ്മുടെ ഒരു സംസ്കാരം. പക്ഷെ പട്ടി നന്ദിയുള്ള ജീവിയാ. പട്ടിക്ക് മനുഷ്യരുടെ ഒരു വിരോധം മാത്രമേ ഉള്ളൂ. മനുഷ്യരുടെ പേര് ചൊല്ലി പട്ടിയെ വിളിക്കുന്നതിൽ മാത്രം. ദേവി തേങ്ങ വറക്കാമെന്നാണേ കാത്തിരക്ഷിച്ചോളണേ. കുറച്ച് ഭക്തരങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ട് പോരട്ടെ തേങ്ങ വറക്കാൻ. ദേവി അമ്മേ ദേവി 18 തേങ്ങ ഉടച്ചാക്കാവേ. വിളിച്ചാ വിളിപ്പുറത്താണ് കേട്ടാ. വിളിച്ചെന്നാ? ഞാൻ വിളിച്ചില്ല, വിളിച്ചാ വിളിപ്പുറത്താണ് ഇവിടുത്തെ ദേവി. എന്ത് കാര്യം സഹായിക്കും. ഞാൻ 18 ഉടച്ചിരുന്നില്ല രാവിലെ. ഇത്രയൊന്നും വേണമെന്നില്ല, കുറച്ച് മതി. തേങ്ങ ഉടക്കണം, അതാണ് ഇവിടുത്തെ വഴിപാട്. തേങ്ങ കൊണ്ടുവന്നുണ്ട്. ഉണ്ടാ, അത് അതറിഞ്ഞാ മതി. എന്റെ കൂട്ടുകാരൻ പറഞ്ഞായിരുന്നേ, ഇവിടെ ഒന്ന് തേങ്ങ ഉടച്ചാൽ മതി, എല്ലാ പ്രശ്നവും മാറിക്കിട്ടും. വേറൊരു സംഭവം ഉണ്ട്. കുറച്ചു മുമ്പ് രണ്ടുപേരും തേങ്ങ ഉടച്ചിട്ട് പോയി. കുറച്ചു കഴിഞ്ഞപ്പോ 2 ഓടി. രണ്ടുപേരും ഓടിയാ? 2 പേരും ഓടിയെന്നല്ല, 2 കോടി ലോട്ടറി അടിച്ചു. ദേവി ദൈവമേ, പ്രാർത്ഥിച്ചു. ഞാൻ 5 കോടി എടുത്തേക്കാം. ഫലമുണ്ടാകും കേട്ടാ. തേങ്ങ ഉടച്ചോ, ഉടച്ചോ, മതി, കാര്യം സാധിക്കും. തല കറങ്ങിയല്ലേ ഞാൻ പറഞ്ഞ. ഞാൻ ഉടക്കണം. ഞാൻ എടുത്തോളാം. തല പാളി പോലെ പോയി. ഒരുപാട് അഭ്യാസം നമ്മുടെ കാര്യം സാധിച്ചാ പോരെ. മുടക്കിയ ചേട്ടനാരെ മനസ്സിലായില്ല? ഞാൻ തേങ്ങട തേങ്ങട അതാണ് ഇവിടെ കിടന്ന് കറങ്ങണ, എനിക്ക് തോന്നി. നമ്മളിതൊക്കെ വീട്ടിൽ കൊണ്ടുപോയി പൊട്ടിച്ച് ചമ്മന്തി ഇറക്കാൻ പോണില്ലേ? പായസം വെക്കണ്ടേ? ഇതാ നിവേദ്യം അമ്പലത്തില് ഈ ഇത് കൊണ്ടുപോയിട്ട് ഞാൻ കൊണ്ട് കൊടുത്തിട്ട് വേണം. ആണല്ലേ? ഉടച്ചോ ദേവി കാത്തിരിക്കണേ. അയ്യോ, എന്താണ്? ഞാൻ കല്ലുകാരായിട്ടാണ് പൊട്ടിച്ചെതറി പോണി. 6 കഷ്ണമെങ്കിലും കിട്ടണം. പൊട്ടിയില്ല പിന്നെ നിങ്ങളുടെ അടുത്ത് വീണ്ടും പൊട്ടിക്കില്ല, അതുകൊണ്ടാണ്. എന്റെ സുഹൃത്തെ, ഞാനിതൊന്ന് ഉടക്കട്ടെ. കുഴപ്പമില്ല. ഈ ഒരു ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ നിന്ന് താൻ എന്താ ആക്രാന്തം ഈ കാണിക്കണത്? ചേട്ടൻ പൊട്ടിച്ചോ? ഇത് ഞാൻ ഉടച്ചിട്ട് പെറുക്കെടുത്തുകൊണ്ടുള്ള പരിപാടിയാണല്ലോ. ഒരുപാട് ഭക്തരെ ആൾക്കാർ പുറകെ ക്യൂ ആണ് തേങ്ങ ഉടക്കാൻ വേണ്ടിട്ട്. ഓരോരുത്തർ ഉടച്ചു മാറ്റാണ് അടുത്ത ആള് കയറാനായിട്ട്. അപ്പൊ ഞാനിത് ഉടച്ചിട്ട് താൻ എടുത്തുകൊണ്ട് പോകും. തേങ്ങയുടെ വില എന്താന്ന് എനിക്കറിയാം. 16 രൂപ. എടോ, അവനവൻ ഉടക്കണം, അവനെ എടുത്തോണ്ട് പോട്ടെ. അയ്യോ, അങ്ങനെ പറ്റൂല. ഇത് മൊത്തത്തില്. എന്ത് മൊത്തത്തില്? 6 പേര് കോൺട്രാക്ട് എടുത്തത്. പിന്നെ എന്ത് കോൺട്രാക്ടാന്നറിയോ? ഞാൻ കോൺട്രാക്ടാണ്. ഞാൻ ഉടക്കണ തേങ്ങ താൻ എടുത്തുകൊണ്ടോ എങ്ങനെ ശരിയാവണേ? എന്റെ ചേട്ടാ, അമ്പലത്തിലെ വിശ്വാസമല്ലേ എല്ലാത്തിലും വലുത്. എന്നാ വിശ്വാസമായി കേട്ടാ. തേങ്ങ ഞാൻ ഇവിടെ ഉടക്കുമ്പോ താൻ എടുത്തുകൊണ്ടോ അല്ലേ? അപ്പൊ ചേട്ടൻ തേങ്ങ ഉടക്കില്ല, അതുകൊണ്ട് പോകണം. ഞാൻ തേങ്ങ ഇവിടെ ഉടക്കാൻ നേരത്തെ എടുത്തുകൊണ്ടോ അല്ലേ? അതല്ലേ? ഇനി താൻ എടുക്കണം, എനിക്കൊന്ന് കാണണമല്ലോ. മഹാഭാവി, എന്റെ തേങ്ങ സ്വർണം പോലെയാണ് ചേട്ടാ ഇപ്പൊ തേങ്ങ. ഓരോ ദിവസം തോറും വില കൂടി വരിക ചേട്ടാ. എന്നാ തേങ്ങാക്കളെ കെട്ടി തൂക്കിട് കഴുത്തില്. ചേട്ടാ വിഷവൈദ്യരുണ്ടോ ഇവിടെ? വരിക. ഇതാ വൈദ്യൻ. ഇതാണോ വൈദ്യൻ? വിഷവൈദ്യൻ. എന്റെ വൈദ്യനെ ഒന്ന് രക്ഷിക്കണം. എന്താണ്? എന്നെ പാമ്പ് കടിച്ചു. ഇന്ന് രാവിലെ പാമ്പ് കടിച്ച്. അങ്ങോട്ട് നീങ്ങിരുന്നോളൂ. ആട്ടെ, എവിടെയാ പാമ്പ് കടിച്ചേ? ഇവിടെ. എവിടെയാ നോക്കട്ടെ, കാണിച്ചേ. പാമ്പ് വിഴുങ്ങാനോ? ക്ഷമിക്കണം കേട്ടോ, അറിയാതെ അറിയാതെ പറഞ്ഞു പോയിട്ടാണ്. ക്ഷമിക്കണം കേട്ടാ. പാമ്പ് കടിച്ചെന്നും പറഞ്ഞ് തന്നെ കൊല്ലാൻ വന്നാണ്. അയ്യോ, അതല്ല, മരണപ്രാർത്ഥി പറഞ്ഞു പോയതാണ്. 3 ഭാര്യ 4 പിള്ളേരും ഉള്ളതാണ്. എങ്ങനെയെങ്കിലും രക്ഷിക്കണം. എവിടെ പാമ്പ് കടിച്ച? എവിടെ നോക്കട്ടെ. ഇവിടെ 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 ഇവൻ പാമ്പ് കടിച്ചെന്നും പറഞ്ഞ് എന്നെ കൊല്ലാൻ വന്നേക്കണം. അതെ, എന്ത് സംഭവിച്ചാലും ശരി, കടിച്ച പാമ്പിനെ വിളിച്ചു വരുത്തി വിഷയിറക്കണ വൈദ്യനാണെന്ന് ധാരാളം കേട്ടിട്ടുണ്ട്. പാമ്പേ, കടിച്ചേക്കണ പാമ്പ് ഉഗ്രഗോപിയാ. ഉഗ്രഗോപിയാണോ? ഉഗ്രഗോപിയാണോ സുരേഷ് ഗോപിയാണോ എനിക്ക് അറിഞ്ഞുകൂടാ. അറിഞ്ഞുകൂടല്ലേ?
എന്തായാലും എന്റെ ജീവൻ രക്ഷിക്കണം. എവിടെ വെച്ചാ പാമ്പ് കടിക്കാൻ? കോട്ടയം നാഗമ്പട സ്റ്റാൻഡിൽ മൂത്രമൊഴിച്ചോണ്ടിരിക്കുന്നത് അവിടെ വെച്ചാ കടിച്ചത്. ഓ, അവിടെ നിന്ന് ഇവിടം വരെ പാമ്പിനെ വിളിച്ചു വരുത്താൻ ഒരുപാട് സമയം എടുക്കും. ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് വൈദ്യൻ കടിച്ച പാമ്പിനെ വിളിച്ചു വരുത്തി വിഷയിറക്കണ വൈദ്യനാണെന്ന്. കോട്ടയത്ത് ഇവിടം വരെ പാമ്പ് വരാന്ന് വെച്ചാൽ ഒരുപാട് സമയം പിടിക്കും. അതാ പറഞ്ഞേ. ഇപ്പൊ എന്ത് ചെയ്യും? എനിക്ക് ജീവിക്കണ്ടേ? ജീവിക്കാൻ ഒരു കാര്യം ചെയ്യാം. നമുക്ക് പാമ്പിനെ അങ്ങോട്ട് ശരിയാക്കാം. പേടിക്കണ്ട കേട്ടോ. ഫോണുണ്ടോ കയ്യില്? ഫോണുണ്ട്. പെട്ടെന്ന് വിളിക്ക്. പേടിക്കണ്ട. എന്റെ ദൈവം, എന്റെ ജീവൻ. ഇത് വിഷമില്ല. പെട്ടെന്ന് വരണം. കൂടുതൽ ഇങ്ങോട്ട് പറയണ്ട. എന്നാലും കടിച്ച പാമ്പിനെ മൊബൈൽ ഫോണിൽ വിളിച്ചു വരുത്തുന്ന വിഷമത്തിന് ആദ്യമായിട്ട് കാണുകയാണ് കേട്ടാ. പാമ്പിനെ അല്ലടോ വിളിച്ചു വരുത്തത്, ഒരു ആംബുലൻസാ വിളിച്ചു വരുത്തത്. ജീവനിൽ കൊതിയുണ്ട്, അതിൽ കയറി പോയിക്കോ, അല്ല ഇവിടെ കിടന്ന് ചാത്തോ. പാമ്പ് കടിച്ച പാവം മനുഷ്യൻ രക്ഷപ്പെട്ടാ മതിയായിരുന്നു. നിങ്ങൾ വെള്ളമടിച്ച് പാമ്പായി വന്ന് എന്നെ എത്രയോ തവണ കടിച്ചിരിക്കുന്നു. അതിന് വലുതൊന്നുമല്ല അയാളെ കടിച്ചിരിക്കുന്ന പാമ്പ്. കോമഡിയാണ് താരം. വെറുതെ വിടാൻ പറ്റൂടാ അങ്ങനെ? നീ എന്നെ കുറിച്ച് എന്താടാ വിചാരിച്ചത്? ഹലോ ഹലോ ഹലോ, സാറിന് ഇവിടെ പോണേന്? ഞാനൊരു പ്രതിനെ പിടിക്കാൻ പോകണം. പിന്നെ വിളിക്കാം. ഇവിടെ ബാക്കിൽ. അമ്മ കാലുവേദനത്തിന് പൊളിയാണ്. ആണോ? മസില് കൊളുത്തി പിടിച്ച്. എവിടെ പോണ്? വേണ്ട വേണ്ട, നിൽക്കൂല. വേണ്ട, പിടിക്കല്ലേ. എന്താണ് സാറേ? ഇതെന്താ സാറേ എനിക്ക് കിട്ടിയിട്ട് സാരി ഒന്ന് കരയണത്? അവിടെ എന്താണ്? അവിടെ മൂത്രത്തിൽ കല്ലല്ല, പാറ എന്തുവാ? എന്തായി കാണിക്കണം? മുതുകത്തിട്ട് മാന്തണം. മാന്തിയതല്ല, ഇടിച്ചതാ. ഇടിച്ചതാണോ? പറയണ്ടേ. എന്തിനാ സാറേ എന്നെ കുറിച്ചിരുത്തി ഇടിച്ചത്? എന്തിനാ ഇടിച്ചെന്നാ? എടാ, എന്റെ നട്ടലൊടിഞ്ഞു പോയി. നട്ടലൊടിഞ്ഞു. എടാ, കണിക്കൊന്ന ക്ഷേത്രത്തിലെ വിഗ്രഹം നീയല്ല മോഷ്ടിച്ചത്? മോഷ്ടിച്ചെന്നാ? പിന്നെ ഞാനോ? പിന്നെ ആരാ മോഷ്ടിച്ചത്? ദൈവദോഷം പറയല്ലേ സാറേ, ദൈവദോഷം പറയല്ലേ. നീയാണ് മോഷ്ടിച്ചത്. എനിക്ക് നീയാണ് മോഷ്ടിച്ചതെന്നുള്ള ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞു. എന്താ ഇംപ്രവൈസർ? അല്ല, പിന്നെ ഇൻഫർമേഷൻ. അത് ഞാനല്ല. ഞാൻ മോഷ്ടിച്ചതല്ല. നീയാണ് മോഷ്ടിച്ചത്. സാറേ, സാറിന് അറിയാലോ ഞാൻ വളരെ തിരക്കുള്ളൊരു മനുഷ്യനാണെന്ന്. എനിക്ക് എല്ലാ ദിവസവും 4 നേരം അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഞാനത് കൊണ്ടൊരു കാര്യം ചെയ്തു. അമ്പലത്തിൽ വിഗ്രഹം എടുത്ത് ഞാൻ എന്റെ വീട്ടിൽ വെച്ച് എന്നിട്ട് വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ. ഞാൻ തിരക്കുള്ള മനുഷ്യനല്ല സാർ, സമയമില്ല, അതുകൊണ്ടാണ്. അയ്യോ, അതിനാണ് ആൾക്കാർ ഇങ്ങനെയൊക്കെ പറഞ്ഞുണ്ടാക്കിയത്. മോഷ്ടിച്ചെന്നല്ലേ? അവന്റെ നല്ല കിടുത്തി വീഴൂടാ. അസൂയ, കുശുമ്പ്, കുഞ്ഞായ്മേട് ഇവിടെയുള്ള ആൾക്കാർക്ക് അല്ലേ? ഞാനാണെങ്കിൽ അത് ഒറ്റടിക്ക് കേട്ടപ്പോ വിശ്വസിക്കുകയും ചെയ്ത്. നീ പറയുന്ന ക്ഷേത്രത്തിലെ ഒരു ഭക്തനാണ് ഈ ഞാനും. എനിക്കും ഡെയിലി ഈ പറയുന്ന ദൈവത്തെ പോയി പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എന്റെ ഔദ്യോഗിക ജീവിതത്തിനിടയിൽ, തിരക്കിനിടയിൽ എനിക്ക് പോയി പ്രാർത്ഥിക്കാൻ പറ്റില്ല. അതിന് അപ്പൊ ഒരു കാര്യം ചെയ്യാം. നീ എടുത്ത ആ വിഗ്രഹത്തിന്റെ പകുതി എനിക്കും പകുതി നിനക്കും. നിനക്ക് നിന്റെ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാം, എനിക്ക് എന്റെ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാം. ഓക്കെ? പോലീസിനും പാതി, കള്ളനും പാതി. കോമഡിയാണ് താരം. എന്താ എന്ത് പറ്റി? മനസ്സിലൊരു ലഡു പൊട്ടിയതാ. ചേട്ടന്റെ നെറ്റിയാണല്ലോ പൊട്ടിയത്. എനിക്ക് പോയിട്ട് വേറെ കാര്യങ്ങളുള്ളതാ. എന്താ മോന് ധൃതി ഉണ്ടെങ്കിലും എനിക്ക് ധൃതിയില്ല. എന്താ എന്താ കാര്യം? എന്താ മുഖം? എന്തൊരു ഐശ്വര്യ മുഖത്തിൽ. എനിക്ക് പോണം. ആ കൈയൊന്ന് ഇട്ടിക്കേ. എന്നാ ഇത് കൈയാണോ? ഇത് കൈയല്ല. പിന്നെ രേഖകളുടെ പ്രവാഹമാ, ഗംഗാ പ്രവാഹം. എന്താ രേഖകൾ? കുളിരി കോരുന്നു. മകൻ ഇവിടെ നിൽക്കണവനല്ല, പിന്നെ എവിടെ നിൽക്കണവനാ. ജാതക പ്രകാരം മോൻ അങ്ങ് വിമാനത്തിൽ പോകണം. ഞാനോ? സത്യസന്ധമായി മുഖത്ത് നോക്കിയൊരു കാര്യം ചോദിക്കാം. മകനൊരു പ്രേമമില്ലേ? എനിക്കോ? ഒരു പ്രേമം ഉണ്ട്. ഇല്ലെന്ന് പറയരുത്. പ്രേമം ഉണ്ട്. അത് പറ. ഞാൻ കള്ളം പറഞ്ഞാലും മുഖലക്ഷണം സത്യം മാത്രമേ പറയും. എന്നാ ഒരു കാര്യം, എന്റെ ഈ മുഖത്ത് നോക്കി
ഞാൻ പ്രേമിക്കുന്ന ആ പെണ്ണിനെ എനിക്ക് വിവാഹം കഴിക്കാൻ സാധിക്കുമോ എന്നൊന്ന് പറഞ്ഞാൽ പറയണം. ഈ മുഖത്ത് നോക്കി. അതെ. പെൺകുട്ടി ആരാണ്? പെൺകുട്ടി ഇപ്പൊ വരും. ദേ വന്നു. എവിടെ? ദേ വരുന്നുണ്ട്. അതോ? ഈ പെൺകുട്ടിയാണോ നീ പ്രേമിക്കുന്നത് പറഞ്ഞത്? അതെ, ഈ പെൺകുട്ടിയാ. മകനെ ഒരു കാര്യം ചെയ്യ്. ഞാൻ ആ പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി നിന്നെ കല്യാണം കഴിക്കാൻ പറ്റുമെന്ന് പറയാം. എന്തൊരു കഷ്ടം. എന്റെ മുഖത്ത് നോക്കി ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ പറ്റുമോ എന്ന് പറയണം. ഞാൻ അവിടെ മുഖത്ത് നോക്കി പറയാം. അതേ, എന്റെ മോളാടാ. അപ്പൊ നീയാണ് ഇവിടെ പുറകെ നടന്ന് വർഷങ്ങളായിട്ട് ശല്യം ചെയ്ത മോനെ. ഒരു കാര്യം പറയട്ടെ ബാബാ. മറ്റൊന്നുമല്ല, ഈ മുഖത്ത് നോക്കി മുഖലക്ഷണങ്ങളും കൈരേഖ നോക്കി കൈരേഖ ശാസ്ത്രവും പറയും. ഇത് രണ്ടും ഞാൻ പറയും. ഓഹോ. അപ്പൊ ധൃതിയൊന്നുമില്ലല്ലോ പോകാൻ. അപ്പൊ അതായത് ഞാൻ ഒന്ന് ഭാവി പറയാം. വന്നത് എന്റെ ഭാവി ഇപ്പൊ പോയേനെ. നിങ്ങളെ ഒരു പെൺകുട്ടി ആത്മാർത്ഥമായിട്ട് നിങ്ങളെ പ്രേമിക്കുന്നുണ്ട്. എന്നെ പ്രേമിക്കുന്നുണ്ടെന്നോ? പിന്നെ നിങ്ങളെ പ്രേമിക്കുന്നുണ്ട്. സത്യസന്ധമായിട്ട് പറയണം. ഒരാഴ്ച കഴിയുമ്പോൾ ആ പെൺകുട്ടി നിങ്ങളുടെ കയ്യിൽ ഒരു പൊതി തരും. ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒരു പൊതി തരും. ഒരു പൊതി തരും. ഈ പൊതിക്കകത്തെ എന്തായിരിക്കുന്നുള്ളത് ഞാനിപ്പോ പറയും. പക്ഷെ ഒരു 100 രൂപ എനിക്ക് തരണം. അല്ല, ഈ ഒരാഴ്ച കഴിഞ്ഞിട്ട് കൊണ്ടു തരുമല്ലോ? തീർച്ചയായിട്ടും ഒരാഴ്ച കഴിയുമ്പോ പൊതി തരും. പറ്റിക്കൂലല്ലോ? തീർച്ചയായിട്ടും കൊണ്ടുവരും. അതിനകത്ത് എന്തായിരിക്കുന്നുള്ളത് ഞാൻ ഇപ്പൊ പറയും. 100 വന്ന ഇപ്പൊ പറഞ്ഞിരിക്കും. അപ്പം ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് ആ കൊച്ച പൊതിയുമായി വന്നിട്ട് ഞാനത് തുറന്നു നോക്കിയിട്ട് തന്നോട് പറയാം. താനൊന്ന് പോണോ? പണിയിലാണ്ട് പൊതിയുടെ കാര്യം പറയാൻ പോയതാ. 100 രൂപ കിട്ടാനുള്ള കൊതിയും പോയി. ഇവന്മാരൊന്നും ഇനി ഒരിക്കലും നന്നാകത്തില്ലേ? അതെ, നമസ്കാരമുണ്ട്. നമസ്കാരം. നമസ്കാരമുണ്ട്. എന്താ മുഖലക്ഷണം, എന്താ സൗന്ദര്യം, ഈ ഓജസ് എന്നാ? ചേട്ടന് വല്ല സിനിമയിൽ അഭിനയിക്കാൻ വയ്യേ? ഇതിനേക്കാളും ഗ്ലാമർ ഇല്ലാത്ത എത്ര പേരാ സിനിമയിൽ അഭിനയിക്കുന്നത്? ആണല്ലേ? അത്ര നല്ല മുഖമാണല്ലേ? കളിയാക്കുകയാണല്ലേ? മുഖലക്ഷണങ്ങൾ പറയാൻ ഞാൻ മുഖലക്ഷണമാണ് എന്തും പറയാം. അല്ല, പണ്ട് താൻ ഇതിലേക്ക് വന്നിട്ടുള്ള ഞാൻ പണ്ട് ഇതിൽ വന്നിട്ടുള്ള അന്നൊരു തത്ത ഉണ്ടല്ലോ. തത്ത ഉണ്ടായിരുന്നു. തത്ത ഞാൻ പറത്തി വിട്ടു. അതെന്തിനാ പറത്തി വിട്ടേ? അതേ, കൂട്ടി നിറങ്ങും ഭയങ്കര തെറി. ചീട്ടെടുക്കാൻ പറഞ്ഞു പറത്തി വിട്ടു. അത് ശരി. അതിനെതിരെ പറത്തി വിടുന്നേ? അത് തെറി പറഞ്ഞാ പിന്നെ പറത്തി വിടണ്ടേ? ആണോ? അത് പട്ടിണി കിടന്നു നിറയിച്ച് ഒരുപാട് കഷ്ടപ്പെട്ടതാണോ? അല്ല, ഈ തത്ത എങ്ങനെ തെറി പഠിച്ചത്? അതെന്റെ പിള്ളേര് പറയുന്ന കേട്ടില്ലേ തെറി പഠിച്ചത്? അല്ല, പിള്ളേരെങ്ങനെയാ തെറി പഠിച്ചത്? അല്ല, പിള്ളേരെന്ന് പറഞ്ഞാൽ എന്റെ പെണ്ണുമ്പിള്ള മുറ്റി തെറിയല്ലേ, നാക്കിനല്ലോ. എന്നാ തെറിയ അവള്? അപ്പൊ തന്റെ പെണ്ണുമ്പിള്ള എങ്ങനെ തെറി പറയാൻ പഠിച്ചേ? അതിപ്പം ഞാൻ രണ്ടെണ്ണം വിട്ടിട്ട് വീട്ടിൽ ചെല്ലുമല്ലോ. വീട്ടിൽ ചെന്നാ പിന്നെ തെറി പറച്ചില്ലല്ലേ. ഇത് കേൾക്കുമ്പോ പെണ്ണുമ്പിള്ള പിള്ളേര് പഠിക്കുമല്ലേ. അത് കേട്ടായി തത്തയും പഠിച്ചത്. തത്ത അവസാനം പറത്തി അങ്ങ് വിട്ടു. ഏതായാലും പെണ്ണുമ്പിള്ള പറത്തി വിടാൻ പറ്റും. അതെ, ഞാനൊരു മുഖലക്ഷണം നോക്കിയ ചേട്ടന്റെ സത്യസന്ധമായ കാര്യം പറയട്ടെ. എന്റെ പൊന്നു സുഹൃത്തെ, എനിക്കിതിൽ യാതൊരു വിശ്വാസവും ഇല്ല. ഈ മുഖലക്ഷണം എന്നൊക്കെ പറഞ്ഞ വെറും തട്ടിപ്പാ, പൈസക്ക് വേണ്ടിയല്ലേ? അങ്ങനെ പറയും. ചേട്ടനെ പലരും പറഞ്ഞ് തട്ടിപ്പിൽ പെട്ടിട്ടുണ്ടോ? പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. കാശല്ല, സത്യസന്ധമായ മുഖലക്ഷണം പറയുന്നതാണ് യഥാർത്ഥ ജോത്സ്യം എന്ന് പറയുന്നത്. ചേട്ടനോടൊരു കാര്യം പറയട്ടെ, സത്യം പറയാം. ചേട്ടന്റെ ഭാര്യ എഞ്ചിനീയർ ആണ്. എന്റെ ഭാര്യ എഞ്ചിനീയർ? അതെ, എഞ്ചിനീയർ. എടോ, ആശുപത്രിയിലെ തൂപ്പുകാരി അറിയാമോ? ഇതാ പറയുന്നത് ഈ മുഖലക്ഷണം വെറും തട്ടിപ്പാന്ന്. ഇനി വേണ്ട എന്റെ പൊന്നു പ്ലീസ്, ദൈവത്തെ ഓർത്ത് വേണ്ട. ഞാൻ അങ്ങനെ പിണങ്ങി പോയിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ തല്ലാനോ കൊള്ളാനൊന്നും വരുമല്ലോ. ചേട്ടന് ഞാനൊരു കാര്യം പറയാം. ചേട്ടൻ മിലിറ്ററിയിൽ കേണലായിരുന്നു. ഇങ്ങനെ ഇരിക്കുന്നത് ഞാൻ മിലിറ്ററി കേണല് അല്ലേ? അതെ. എടോ, എനിക്ക് വാച്ചർ പണിയായിരുന്നു, അറിയാമോ? വാച്ചർ പണി? എന്റെ പൊന്നെ പുറമെ വന്ന് ഉപദ്രവിക്കാൻ. അങ്ങനെ ഉപദ്രവിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ. സോറി. ഇനി പറയുന്ന കാര്യം സത്യസന്ധമായിരിക്കും. ചേട്ടന് 2 പിള്ളേരുണ്ടോ? ഇത് കറക്റ്റ് ആണ്. സത്യമല്ലേ? പിള്ളേരുണ്ട്. എന്നിട്ടാണ് ഞാൻ കള്ളവാ പറയുന്നത്. ഇത് കറക്റ്റാ. ഈ പിള്ളേർ രണ്ടും പഠിക്കുന്നത് അങ്ങ് വളർന്ന് ജോലി ചെയ്യുന്നത് ഒന്ന് UK-ലും ഒന്ന് USA-ലും. സത്യമല്ലേ? കുഞ്ഞുങ്ങള് എടോ, 2 പിള്ളേരുള്ളത്. ഒരുത്തൻ വന്ന് UKG, ഒരുത്തൻ LKG-ലുവാ. അല്ല, USA-ലും UK-ലും ഒന്നും അല്ല. UK-ലല്ല. ഇതാണ് പറയുന്നത് നുണയാന്ന്. ഇനി താ മേലെ ഒരു അക്ഷരം മിണ്ടി പോലെ കേട്ടോ? അല്ല, അങ്ങനെ പറഞ്ഞാലേ എങ്ങനെ പോകാനാ? അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ അല്ലല്ലോ എന്റെ ശരി. അതൊക്കെ ഇരിക്കട്ടെ. ഇനി പറയുന്ന കാര്യം സത്യസന്ധമായിട്ട് പറയാം. ചേട്ടനൊരു അനിയനുണ്ടോ? അനിയനുണ്ട്. അവൻ നാക്കെടുത്ത നുണയല്ലാതെ മറ്റൊന്നും പറയത്തില്ല. സത്യമാണോ? ഇത് കറക്റ്റ് ആണ്. ഇത്രയും നേരം പറഞ്ഞത് നുണയാണ്.
പക്ഷെ അനിയനെ കുറിച്ച് പറഞ്ഞത് കറക്റ്റ് ആണ്. ആ കറക്റ്റ് അല്ലേ? ഇതെങ്ങനെ പറയാൻ പറ്റി? എങ്ങനെ സാധിച്ചെന്നോ? ആ ഈ നുണ മൊത്തം പറഞ്ഞത് ആരാന്നറിയാമോ? ചേട്ടന്റെ അനിയനാ. ഞാനോർത്ത് മറ്റേ പേപ്പർ കാറ്റി പറഞ്ഞിരിക്കും. എന്താ ഇത് വല്ല ബൾബ് ഇട്ടോണ്ടിരിക്കാൻ പാടില്ലേ? കാര്യം എന്താ? ആ മോനെങ്ങ വിളിച്ച. എടാ സുഭാഷ, അയ്യോടാ പണിക്ക് പോയല്ലേ, എന്ത് പറ്റി? നുണ പറയല്ലേ? ആ മോനെങ്ങ വിളിച്ചിറക്കിക്ക. ഇല്ലടാ പണിക്ക് പോയെന്ന്. താൻ ആ മോനെങ്ങ വിളിച്ചിറക്കിക്ക. പണിക്ക് പോയെന്ന് കാര്യം വെച്ച് പറ. എന്തെങ്കിലും എമർജൻസി ആണോ പറ. അതെ, ദിവാകരൻ ഒരു കാര്യം വന്നോട് പറഞ്ഞു. എന്ത് കാര്യം? ഞാനില്ലാത്ത സമയത്ത് ദിവാകരൻ എന്റെ വീട്ടിലേക്ക് വരുമ്പോ എന്റെ ഭാര്യ കുളിച്ചോണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് തന്റെ മോൻ അവിടെ നിന്ന് ഒളിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. ദിവാകരൻ എന്നോട് പറഞ്ഞു ദിവാകരനെ കണ്ട തന്റെ മോൻ ഓടിക്കളഞ്ഞെന്ന്. എന്റെ മകൻ വീട്ടിൽ വന്നു എന്റെ മകൻ ഒളിഞ്ഞു നോക്കിയെന്ന് വെറുതെ ഇല്ലായ്മ ഉണ്ടാക്കി പറയുക. അങ്ങനെയാണ് ഞാൻ വളർത്തുന്നത് അവനെ, കേട്ടോ. എന്റെ ഭാര്യ കുളിച്ചപ്പോ നിന്റെ മോൻ ഒളിഞ്ഞു നോക്കിയതും പോരാ, അത് ചോദിക്കാൻ വന്ന എന്റെ കഴുത്തിൽ സുഹൃത്തെ, എന്റെ മകനെ ഒളിഞ്ഞു നോക്കിയല്ലോ. നീ ഒരു കാര്യം മനസ്സിലാക്കും, ഒരു അച്ഛന്റെ വേദന മനസ്സിലാക്ക്. നീ ഇപ്പൊ തന്നെ ചങ്കിലാ കൊണ്ടത്, അറിയാവോ? നിന്റെ മോൻ എന്തെങ്കിലും ഒളിഞ്ഞു നോക്കി? എടാ ഇന്നലെ എന്റെ മകൻ ഇല്ലെന്ന്. പിന്നെ ഇന്നുണ്ടായതല്ലേ നിന്റെ മോൻ? എടാ എന്നാ അതല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ നിന്റെ വീട്ടിൽ വന്ന് കുളിമുറി വന്ന് ഒളിഞ്ഞു നോക്കണമെന്നുണ്ടെങ്കിൽ വാതിക്ക് 2 ഇഷ്ടിക ഇടണം. അവിടെ കയറി നോക്കി കഴിഞ്ഞാൽ ആ ചെറിയ വിടവിലൂടെ ആ സീൻ കാണാൻ പറ്റത്തില്ല. അത് പോട്ടെ. പിന്നെ ഉള്ളത് അപ്പുറത്തെ രാജേഷിന്റെ വീട്ടിലെ ടെറസിന്റെ മേലെ കയറി നോക്കി. അയ്യോ, രാജേഷും ടീമും ഇടിച്ച് മെനകെട്ടാക്കി. അവന്റെ മെനകെട്ട സ്വഭാവമാണ്. അവനിടിക്കും. അവരുടെ അച്ഛനും മക്കളും കൂടെ തറുതലിട്ട് മെനകെട്ട സ്വഭാവം. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കഞ്ഞമൂലക്കാണ തിരുത്തെങ്ങ കയറി ഇരുന്ന് കഴിഞ്ഞാൽ തെങ്ങേക്കറി നെഞ്ചറിഞ്ഞ് ചത്തുവോ. അയ്യോ, പണിയാണ്. ആ തെങ്ങ് ഈ പൊണ്ണലടാ എങ്ങനെ പിടിച്ചാലും കിട്ടൂല. അയ്യോ, നെഞ്ചാങ്കുടലായി പോകും. പിന്നെ ഇത് അപ്പുറത്തെ ദിവാരഞ്ഞന്റെ മതിലിന്റെ മേളിൽ കയറി ഇരുന്ന് കഴിഞ്ഞാല് കുളിമുലയുടെ ഇപ്പുറത്ത് കാണുന്ന ഒരു വിടവില്ലടാ. ചെറിയ മൂലക്ക് ആ ഒരു ചെറിയ ഗ്യാപ്പ് ആ സോപ്പ് അത് വെച്ചാ സോപ്പ് വെക്കണ വ്യൂ കാണാൻ പറ്റുള്ളൂ. പിന്നെ ഇത് എടാ എന്നാലും എന്റെ മകൻ പിന്നെ ഇത് എങ്ങനെ കണ്ടെന്നാ ഈ പറയണത്? അതാണ് ഞാനും ആലോചിക്കുന്നത്. പിന്നെ കണ്ടത് ഞാനാ പറയണത്. എടാ മരണം ഞാൻ പറയണത് കേക്ക്. എടാ നിനക്ക് ഭാര്യ 2 പിള്ളേരും ഉള്ളതല്ലേ, നീ അത് ആലോചിക്കണ്ടേ? എടാ നിനക്ക് മാത്രമാണ് ബുദ്ധിമുട്ട്. ഫയർഫോഴ്സ് വേണം, പോലീസ് വേണം, പിന്നെ ഞങ്ങളുടെ കഷ്ടപ്പാട്. എടാ ഒന്നുമില്ലെങ്കിൽ നിന്റെ ഭാര്യനെ ഓർക്കട്ടാ. എടാ ഭാര്യനെ ഓർത്തിട്ടാണ് ഞാൻ പുഴയിലേക്ക് ചാടാൻ പോണത്. അവള് കാല് വഴുതി പുഴയിലേക്ക് വീണത്. അയ്യോ എന്നാ പോയി ചാടിക്കോ. ഇനി ഞാനിതിനാ ചാടുന്നത്. അവള് വല്ല ആറ്റമാൻ ദ്വീപിൽ എത്തിക്കാണ് ഇപ്പോ. എനിക്കും ചിലപ്പോ ഭാഗ്യം വന്നാലോ. എന്തിന്റെ കേടാ രാവിലെ മരത്തെ വലിഞ്ഞു കയറുന്നത്? 2 ചക്ക പറിക്കാൻ വേണ്ടി തെങ്ങയിലാണോടാ പൊട്ട വലിഞ്ഞു കയറുന്നത്? അയ്യോ, ഇത് തെങ്ങായിരുന്ന. അയ്യോ തെങ്ങായിരുന്നല്ലേ? ആലോചിച്ചില്ല. മരുന്ന് കഴിക്കൂടെ കൃത്യമായിട്ട്? അല്ല പ്രാന്തം പിടിച്ച് നടന്നാ പോരാ. ഇത് എവിടെ പോണ്? 4 അടക്ക പറിക്കാനാ. അടക്ക പറിക്കാൻ വേണ്ടി റബ്ബർ മരത്തിലാണ് കയറുന്നത്. താഴെ ഇറങ്ങും. വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഉത്തരവാദിത്തം പറഞ്ഞു. ചിന്തിച്ചില്ല. മരുന്ന് കഴിക്കാറില്ല ഇപ്പൊ? മരുന്ന് അസുഖം വിട്ടുമാറിയിട്ടില്ല. മരുന്ന് കൃത്യമായിട്ട് എന്തൊരു വല്ലായ്മ പോലെ തലക്ക് ഒരു ഇതുപോലെ ഞങ്ങനെ ഉണ്ടാ നോക്കിയതല്ല. എങ്ങനെ ഉണ്ടല്ല? ആണാ പഴുത്തു തുടങ്ങി. പഴുപ്പിക്കാൻ വെച്ചൊക്കെ പഴുക്കും. ഒന്നുമില്ലല്ലോ അതിന്റെ അകത്ത്. ആംബുലൻസ് ബെല്ലടിക്കുന്നത്. ആംബുലൻസ് അല്ല, അത് ഫോണാണ്. ഫോണായിരുന്നു. രാജനൊക്കെ വരൂല മരുന്ന് കഴിക്കാതെ. ഹലോ, അതെ ഞാൻ വന്നോണ്ടിരിക്കട്ടെ. ഞാൻ മരുന്ന് കഴിക്കുന്ന നമ്മുടെ സുഭാഷില്ലേ, ആ തലക്കോട്ടുള്ളവനെ, അവൻ ഇവിടെ എന്തൊക്കെ അങ്കാണ് കാണിക്കുന്നത്. റബ്ബർ മരത്തെ കയറി അടയ്ക്കാ പറിക്കണ്. അതെ ഞാൻ വന്നോണ്ടിരിക്കുക. എങ്ങനെ വേണം? ഞാനേ ഒരു കാര്യം ചെയ്യാം, മണ്ഡപത്തിന്റെ ബാക്കിലുള്ള റോഡ് അങ്ങോട്ട് വരാം. അയ്യോ ബ്ലോക്കാണ് അവിടെ. 2 വീലറും 4 വീലറും പോകത്തില്ലേ? അമ്പോ പണി പാളിയല്ല. എന്നാ ഒരു കാര്യം ചെയ്യാം, ഞാൻ ആ പോസ്റ്റ് ഓഫീസില്ലേ U-turn തിരിഞ്ഞ് നിങ്ങൾ കയറി വരാം. അവിടെ ബ്ലോക്കാണോ? 4 വീലറും പോകത്തില്ലേ? 2 വീലറും പോകില്ല? എന്റെ അമ്മോ, 2 വീലർ പോലും പോകത്തില്ല. അപ്പൊ എന്നാ ഒരു കാര്യം ചെയ്യ്, ഞാൻ 1 വീലറിന് വരാം. എത്രയായിട്ടാ? 45.
45. ആ 45. പൈസ തന്നിട്ട് പോടാ. എടാ പൈസ തന്നിട്ട് പോയി. എടാ കള്ള പൈസ തന്നിട്ട് പോടാ. എടാ ഓട്ടോ വിളിച്ചിട്ട് പൈസ തന്നില്ല. എന്ത് പരിപാടിയാണ്? എടാ പൈസ തന്നിട്ട് പോടാ. എടാ ഓടിച്ചിട്ട് പിടിക്കും ഞാൻ. എടാ ഓട്ടോറിക്ഷക്കാരായിട്ട് ഓടിക്കല്ലേ ഞാൻ. മര്യാദക്ക് പറഞ്ഞ നീ കേൾക്കണ്ടാ. അവിടെ നിൽക്കാൻ. എടാ ഓടി എറിഞ്ഞു വീഴ്ത്ത ഞാനാണ് പറയണത് അവിടെ നിൽക്കാൻ. എടാ കാശ് തന്നിട്ട് പോടാ. നിക്കടാ. നീ ഓട്ടോ വിളിച്ചിട്ട് പൈസ രണ്ട് പോണം. പൈസ തരാതെ പോയതല്ല, പിന്നെ ചില്ലറയില്ല. ചേഞ്ചേ ഉള്ളൂ. ചില്ലറ മേടിക്കാൻ വേണ്ടി ഓടിയതാ. എടാ നാണയില്ലടാ പാവപ്പെട്ട ഓട്ടോറിക്ഷക്കാരനെ പറ്റി ജീവിക്കാനായിട്ട്. വല്ല പണിയെടുത്ത് ജീവിച്ചു വിടാ. അതിനെ ഞാൻ പറ്റിച്ചല്ല, സത്യമായിട്ടും അതെ. ചില്ലറ മേടിക്കാൻ വേണ്ടി ഓടിയത്. കുറെ നേരം ഓട്ടോയിലാ വിട്ടിട്ട് ഓട്ടാണ്. അതിനെന്താ ചേട്ടൻ എന്റെ പുറകെ കുറെ ഓട്ടോ ഓടി. പൈസ തന്നിട്ട് പോടാ. പല്ലളകി പോവും. നീ എന്താ പൈസ രണ്ട് പോയത്? നീ എന്താ പൈസ രണ്ട് പോയത്? ചില്ലറ മേടിക്കാൻ. എന്താ പൈസ രണ്ട് പോയത്? ചില്ലറ മേടിക്കാൻ. ഓട്ടോറിക്ഷക്കാരെ പറ്റി ചില്ലറ മേടിക്കാൻ പോയത് ഞാൻ പറഞ്ഞില്ലേ, തരാന്ന് പറഞ്ഞല്ലോ. എന്നെ പൈസ ഇങ്ങനെ പല ടീമും ഇറങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിൽ പോക്കറ്റ് ഉണ്ടായിരുന്നു. അയ്യോ ഇതിന്റെ ഉള്ളിലെ പോക്കറ്റ്. പുറത്താ പോക്കറ്റ്. ഉടായ്പ കാണിക്കാതെ പോടാ. പൈസ എടു. പോടാ. 45 രൂപ വെറുതെ ഉണ്ടാവുമോ? ഹലോ ആളുണ്ട്. പോട്ടെ. വിട്ടു. നേരെ വിട്ടു. നിർത്ത്. അമ്മേ എത്രയായി? 55. ഓ അല്ല പിന്നെ എന്റെ അടുക്കല കളി. 45 രൂപ വെറുതെ ഉണ്ടാവൂ. കൊള്ളാമോ? ലിപ്സ്റ്റിക് ഇത്ര മതിയോ? മതി. സൂപ്പർ സ്റ്റാറിന്റെ വീട്ടിലേക്കാ റേഡിന് പോകുന്നേ. നല്ലോണം ഒന്ന് ഒരുങ്ങിയേക്കാം. ചിലപ്പോൾ അവരെന്നെ അവരുടെ അടുത്ത പടത്തിൽ നായികയാക്കിയാലോ? ആ അതെ, ഈ വേഷം കെട്ടലുകളൊക്കെ കൊള്ളാം. പക്ഷെ സൂപ്പർ സ്റ്റാറുകളെ കാണുമ്പോഴേ ആരും ചാൻസ് ചോദിച്ചേക്കരുത്. അതെന്താ സാർ? എങ്കിലല്ലടാ എനിക്ക് ചാൻസ് ചോദിക്കാൻ പറ്റൂ. ഓ പിന്നെ കിട്ടിയത് തന്നെ. ഓ ഈ സാരിക്ക് ഈ കമൽ ഒട്ടും മാച്ച് ആവണില്ല. എന്താ ചെയ്യാ? എനിക്കൊരു സംശയം, ഇത് ഓഫീസാണോ അതോ ബ്യൂട്ടി പാർലർ ആണോ? എന്താ നീയൊക്കെ കാണിക്കുന്നത്? റേഡിയൊന്നും പോണ്ടേ? ഇവളൊക്കെ എത്ര കോലം കെട്ടിയെന്ന് പറഞ്ഞാലും കാക്ക കുളിച്ച ഒരിക്കലും കൊക്കാത്തിലിടും. കാക്ക വല്ലപ്പോഴെങ്കിലും കുളിക്കും. താമെല്ലാം പറഞ്ഞായിരുന്നു. അല്ല റേഡിന് പോകാൻ സമയമെന്ന് പറയാം. അതെ, മറ്റേ ആള് വന്നായിരുന്നു. ശശി സാർ ലീവാ. ആ കിഴക്കനെ ആരാ അന്വേഷിക്കുന്നത്? പിന്നെ ആരാ? ശശി സാറല്ല, ആ ഫോട്ടോഗ്രാഫർ വന്നു. അതെന്താ ഫോട്ടോഗ്രാഫർ? നമ്മൾ സൂപ്പർ സ്റ്റാറിന്റെ വീട്ടിൽ ചെല്ലുമ്പോഴേ ഞെളിഞ്ഞ് നിന്ന് ഫോട്ടോ എടുക്കണ്ടേ? ഓ പുള്ളി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വന്നാ മതി, ഇഷ്ടംപോലെ ഫോട്ടോ എടുക്കണ്ട. എന്നതാ മാലതി കാണിക്കുന്നത്? ഓ ഇത് മേക്കപ്പ് ബോക്സ്. മേക്കപ്പ് ബോക്സ്. ഇങ്ങനെ കോലം കെട്ടി അങ്ങോട്ട് ചെല്ലരുത്. സൂപ്പർ സ്റ്റാറിന്റെ വീട്ടിലോട്ടാ പോകുന്നത്. എന്താ സാറ് കാണിക്കുന്നേ? എന്താ സാധനം? ഓ ഈ സാറ് പെണ്ണുങ്ങൾക്ക് മാത്രമല്ല എനിക്കും വേണം സാധനം. ഞാൻ ഓഫീസറാന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല. ഇവിടെ എഴുതി തൂത്തുകളാ ഫോട്ടോഗ്രാഫർ. അയ്യോ ഇത് വലിയ വീടാണല്ലോ. വാ എല്ലാരും വാ, കമാ. വാ. നിധി കണ്ടുപിടിച്ച വല്ല അറ ഇവിടെ കൊണ്ടായിരുന്നെങ്കിൽ മതിയായിരുന്നു. ആ പിന്നെ ഒരു കാര്യം, ആരും വിവരക്കേടൊന്നും ചോദിക്കരുത്. ചോദിക്കേണ്ടത് ഞാൻ ചോദിച്ചോളാം. കൃത്യമായിട്ടൊക്കെ ഞാൻ ചോദിച്ചോളാം. അല്ല വിവരക്കേട് മൊത്തം സാറല്ലേ ചോദിക്കണം. അതെന്റെ ഇഷ്ടം. കൂടെ കാണണം എന്ന് പറഞ്ഞതാ. ഹലോ മനോജ്, പറഞ്ഞോളൂ. നമ്മുടെ സൂപ്പർ സ്റ്റാർ വരുന്നു. എവിടെ?
ഇപ്പോഴത്തെ ഫ്ലൈറ്റിനിങ് എത്തിയതേ ഡിസ്റ്റർബ് ചെയ്യല്ലേ മാറി നിൽക്കുക പ്ലീസ്. ഞാൻ വിളിക്കാം, പിന്നെ വിളിക്കാം. ഡിസ്റ്റർബ് ചെയ്യല്ലേ മാറി നിൽക്കുക പ്ലീസ്. എന്താ ഇത്? മാറി നിൽക്കുക പ്ലീസ്, മാറി നിൽക്കുക പ്ലീസ്. നിങ്ങളൊക്കെ റൈഡിന് വന്നതോ അതോ ഫോട്ടോ എടുക്കാം? കൾച്ചർ ഇല്ലാത്ത നാടായി. പേര് കളയാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നു. സോറി സാർ, സാറൊന്നും അടുത്ത് നിന്നിരുന്നെങ്കിൽ ഒരു ഉമ്മ ഫോട്ടോ എടുക്കാൻ വേണ്ടിയാ സാറേ. ഇങ്ങനെയുണ്ട് മനുഷ്യൻ, എന്തൊരു ശല്യമാണ്. എന്തോ നിങ്ങളൊക്കെ കാണിച്ചത്. നിങ്ങളൊരു കാര്യം ചെയ്യും, എല്ലാവരും അടങ്ങിയിരിക്കണം. ഞാൻ റെയ്ഡിനെ കുറിച്ച് സംസാരിച്ചിട്ട് ഓടി വരാം. ഓക്കെ ഓക്കെ. കൂട്ടുകാരന്റെ മകന്റെ കല്യാണം കഴിഞ്ഞ് വരുന്ന വഴിക്കാണ് ഞാൻ ഈ സംഭവം അറിയുന്നത്. റൈഡോ ഇവിടെ നടക്കില്ല, ഞാനൊരു മെഗാസ്റ്റാർ അല്ലേ, എല്ലാം ഞാൻ നോക്കിക്കോളാം. ഓക്കെ മേ കമിങ് സാർ? യെസ് കമീൻ. ഹലോ. റൈഡ് ചെയ്യാൻ വന്നാണല്ലേ? അല്ല, ഞാൻ റെയ്ഡിനെ കുറിച്ച് പറയാൻ വന്നതാ. മനസ്സിലായി. ഞാൻ അനധികൃതമായി സ്വത്ത് സമ്പാദിക്കുന്നതെന്ന് അറിഞ്ഞ ആരോ പറയുന്നത് കേട്ട് ഓഫീസും പൂട്ടി എന്റെ വീട് വെട്ടിപ്പൊളിക്കാൻ ആയുധങ്ങളുമായി പുറപ്പെട്ടതാണല്ലേ? നിങ്ങൾ റെയ്ഡിനെ കുറിച്ച് പറയാം സാർ. ഒരു അനാഥാലയത്തിൽ നിന്നാണ് ഈ റെയ്ഡ് തുടങ്ങുന്നത്. അനാഥാലയം റെയ്ഡ് ചെയ്താൽ എന്ത് കിട്ടാനാടോ? അതെ, ഈ അനാഥാലയത്തിലാണ് നമ്മുടെ കഥാനായകൻ വളരുന്നത്. അതായത് സാറ്. ഞാനോ? ആ, അങ്ങനെ അവൻ വളർന്നു വളർന്ന് ഒരു ഇൻകം ടാക്സ് ഓഫീസറായി മാറുകയാണ്. അതും സാറാ. ഞാനോ? താൻ എന്തൊക്കെയായി പറയുന്നത്? അതെ സാർ, ഞാൻ എഴുതിയ റെയ്ഡ് എന്ന സിനിമയിലെ കഥാനായകൻ സാറാ. സാർ എനിക്ക് ഡേറ്റ് തരണം പ്ലീസ്. സാർ എനിക്കൊരു പ്രൊഡ്യൂസറെ ഒപ്പിച്ച് തരണം. എന്റെ സിനിമ പുറത്തിറങ്ങണം. സാറാ എന്റെ ദൈവം. സാറേ പ്ലീസ് സാറേ, എന്നെ രക്ഷിക്കണം സാറേ. സാറല്ലേ? അപ്പൊ താൻ കഥ പറയാൻ വന്നതാണല്ലേ? അതെ സാർ, ഇതാണ് കഥ പറയാൻ പറ്റിയ അവസരം. ബാക്കി പറയട്ടെ സാറേ? പറഞ്ഞു തൊലയ്ക്ക്. കഥ കേൾക്കൽ എനിക്കൊരു വീക്ക്നെസ് ആയി പോയില്ലേ? ഞാനിപ്പോൾ സൂപ്പർ സ്റ്റാറിന്റെ വീടിന്റെ അടുത്ത് നിന്നാണ് സംസാരിക്കുന്നത്. ഇൻകം ടാക്സിന്റെ മെയിൻ ഓഫീസർ സൂപ്പർ സ്റ്റാറിന്റെ റൂമിലേക്ക് പോയിട്ട് ഏകദേശം 3-3.5 മണിക്കൂർ സമയമായിട്ടുണ്ട്. ഈ റെയ്ഡിൽ വളരെ വിലപ്പെട്ട ഒട്ടേറെ രേഖകൾ കിട്ടിയിട്ടുണ്ടായിരിക്കുമെന്നാണ്. കേൾക്കുന്നുണ്ടോ? ഈ റെയ്ഡിൽ വിലപ്പെട്ട ഒട്ടേറെ രേഖകൾ കിട്ടിയിട്ടുണ്ടായിരിക്കുമെന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. ഇപ്പോൾ റെയ്ഡ് ശക്തമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം ഞാൻ വീണ്ടും തിരിച്ചു വരാം. കേൾക്കുന്നുണ്ടോ? സാർ ഇത് എങ്ങനെയെങ്കിലും സിനിമാ കഥയാക്കി തരണം. ഞാനിത് ഓഫീസിൽ എല്ലാവരോടും ജാടയ്ക്ക് പറഞ്ഞു പോയി. ഇത് സിനിമയാക്കിയില്ലെങ്കിൽ ഞാൻ പോകത്തില്ല. ഞാനിവിടെ കിടക്കൂ. ഇത് സിനിമയാക്കിയില്ലെങ്കിൽ ഞാൻ ദേഹത്ത് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചിട്ട് ആ ചാരം എടുത്ത് സാറിനെ കൊണ്ട് ഞാൻ പല്ലിനേപ്പിക്കും. നമുക്കൊരു കാര്യം ചെയ്യാം, ഇതങ്ങ് സിനിമയാക്കാൻ ശ്രമിക്കാം. പിന്നൊരു കാര്യം, ഈ സിനിമയ്ക്കകത്ത് 3 പാട്ടും 4 സ്റ്റണ്ടും വേണം. ഉണ്ട് സാർ, ഇതിനകത്തുണ്ട് സാറേ. ഇൻകം ടാക്സ് ഓഫീസറായ സാറേ ഒരു കോടീശ്വരന്റെ വീട്ടിൽ റെയ്ഡിന് പോവാ. അവിടെയുള്ള വില്ലന്മാരെ സാർ ഇടിക്കുന്നു. കൊള്ളാം. പിന്നെ ഈ കോടീശ്വരന്റെ മകൾ സാറിനെ പ്രേമിക്കുന്നു. അതും കൊള്ളാം. അങ്ങനെ ഒരു ഉഗ്രൻ പ്രേമരംഗം ഉണ്ടാ. വേണം പ്രേമം വേണം. നായിക ഞാൻ ഉദ്ദേശിച്ചതേ സാറിന് കൂടെ പണ്ട് അഭിനയിച്ച ഒരു നടിയുണ്ടല്ലോ, അവരുടെ മകളുടെ മകളാ. പ്രായം അടിച്ച പൊട്ടും 13 വയസ്സെന്ന്. അത് കൊള്ളാം, അത് മതി. പ്രായം അത് മതി. നമുക്കിതങ്ങ് സിനിമയാക്കാം. സാറ് പുണ്യം ചെയ്തവനാ. എനിക്കെപ്പോഴും അഡ്വാൻസ് ആയിരുന്നു. ചെക്ക് വേണ്ട, പണമായിട്ട് മതി. ശമ്പളം കുറവാ. എന്റെ റേഡ് ഇഷ്ടപ്പെട്ടല്ലോ. ഞാൻ വരട്ടെ സാറേ? ആയിക്കോട്ടെ. അങ്ങനെ വന്ന കാര്യം സാധിച്ചു. എന്തായി സാറേ? എല്ലാം സക്സസ്. അല്ല, എന്തു പറഞ്ഞ അദ്ദേഹം? ഇഷ്ടപ്പെട്ടോ? എന്റെ റെയ്ഡ് പുള്ളിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. റെയ്ഡ് ഇഷ്ടപ്പെട്ടെന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. എനിക്കും ആദ്യം വിശ്വസിക്കാൻ പറ്റിയില്ല. പക്ഷെ പുള്ളി പറയുന്നതേ 3 സ്റ്റണ്ടും 2 പാട്ടും വേണം. 3 സ്റ്റണ്ടും 2 പാട്ടും? സാറെന്തോന്നു പറയുന്നേ? സാർ ഏത് റെയ്ഡിന്റെ കാര്യമായി പറയുന്നത്? ഞാൻ എഴുതിയ സിനിമാ കഥയില്ലേ റെയ്ഡ്, അതിന്റെ കാര്യമാണ് പറഞ്ഞത്. അങ്ങനെ ആർക്കും വേണ്ടാത്ത എന്റെ കഥയും സിനിമയാകാൻ പോകുന്നു. വരെ വന്നില്ലേ? അതിനപ്പുറം ഒന്നുമില്ലല്ലോ. ஹலோ ஆமா சார், நாளை காலையில கண்டிப்பா வந்துடும். இன்னொரு பிரச்சனை இருக்கு. பேமெண்ட் இல்லையா? ஒரு பிரச்சனை இல்லை. ஃபுட் கண்டிப்பா கிடைக்கணும். சார் யாரோ வருது.
என்னடா தொந்தரவு பண்ணுது സാർ പാൽ സാർ വണക്കം നമ്മള് വരാൻ താമസിച്ചോണ്ടേ ഇവർക്ക് പിണക്കമാന്ന് പറയുന്നു. പിണക്കമാന്നല്ല പറഞ്ഞത്, വണക്കം, ഗുഡ് മോർണിംഗ്, നമസ്തേ. നമസ്തേ, വണക്കം. സാർ നീങ്ങളാ കേരളത്തിൽ നിന്ന് വന്നത്? അല്ല അതേന്ന് நீங்களே ஹெல்ப் பண்றதுக்கு நாங்க தான் இங்க இருக்கு. ആണോ? നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വിട്ടതാണെന്ന്. ഏതായാലും തമിഴും മുഴുവൊന്നും ഞങ്ങൾക്കറിയില്ല. നിങ്ങൾ വേണം ഞങ്ങളെ സഹായിക്കാൻ. പിന്നെ റേഡിൽ നിന്നും എന്ത് കിട്ടിയാലും 50-50. ആമാന്ന് പറഞ്ഞാൽ ശരിയെന്നാണ് തമിഴില്. അപ്പൊ അണ്ണാന്ന് പറഞ്ഞ അല്ലെന്നാണോ? ഓ എന്റെ സാറേ എന്തൊക്കെയാ സാറേ പറയുന്നേ? സോറി. ഹലോ ഹലോ പാണ്ടികളെ, பாண்டி நாங்க வந்து பெரிய ஆபீசர் மாரடா. ചുമ്മാതല്ല. എടോ ഇവർ ഇവിടുത്തെ ഓഫീസർമാരല്ല, പിന്നെ ഇവരങ്ങ് പെരിയാറിലെ ഓഫീസർമാരാണ്. കുഞ്ഞു സാറേ, പെരിയാറിലെ ഓഫീസറിനല്ല, പെരിയ ഓഫീസർ എന്ന് പറഞ്ഞാൽ വലിയ ഓഫീസർ. ഞാൻ പറയുന്ന ഒന്ന് എല്ലാരും കേൾക്കണം. വിലപിടിപ്പുള്ള എന്ത് രേഖ കൈ കിട്ടിയാലും അത് എന്നെ ഏൽപ്പിക്കണം. ഓക്കെ ഓക്കെ ഓക്കെ. അതായത് നിങ്ങളുടെ കയ്യില് ഒന്ന് ചോദിച്ചാലോ, നീങ്ക കയ്യിൽ രേഖ ഇരിക്കുമാ? നിങ്ങളുടെ രേഖയുണ്ടോ? വിലപിടിപ്പുള്ള രേഖയാ ഇതാ സാർ. ഇത് നേരത്തെ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുക. ജോലി എളുപ്പമായല്ലോ. ഇതിന്റെ അകത്ത് സിനിമാരുടെ രേഖയുടെ ഫോട്ടോ ഉള്ള ഇരിക്കുന്നത്. അതെ, ഇതിന് സിനിമാരുടെ രേഖയുടെ ഫോട്ടോയാ, ഈ രേഖയല്ല. ഇത് താൻ വിലപിടിപ്പുള്ള രേഖ. തമിഴ് പടത്തിൽ 20 ലക്ഷം രൂപ വാങ്ങിറേ. മണ്ടശീലോമണി അണ്ണാച്ചിമാരെ, ഈ രേഖയല്ല, ഡോക്യുമെന്റ്സും ഉണ്ടോ? വിവരം കേട്ടോ എന്തോ. റേഡിന്റെ ബാക്കി ഇവിടെ എഴുതാം. എക്സ്ക്യൂസ് മീ സാർ, ഈ പെട്ടി മാത്രം തുറക്കാൻ പറ്റുന്നില്ല. മാക്സിമം ട്രൈ ചെയ്തു. ഓ വെരി ഗുഡ്. കണക്കിക്കൊള്ളാത്ത സമ്പാദ്യം മൊത്തം ഇതിനകത്തായിരിക്കും ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. ഒരു കാര്യം ചെയ്യും, തല്ലിപ്പൊളിച്ചാലോ. താൻ വലിയൊരു കൂടെ എടുത്തോണ്ട് വാ. നമുക്ക് ഈ പെട്ടി അടിച്ചു പൊളിക്കണം. കണ്ണാച്ചി തല്ലി പൊളിക്കണ്ട, ഞാൻ തുറന്നു തരാം. ഞാൻ അനധികൃതമായ സ്വത്ത് സമ്പാദിച്ചത് പേരിലാണ് എന്റെ ഈ പെട്ടി തല്ലിപ്പൊളിക്കാൻ നിങ്ങൾ ശ്രമിച്ചത്. വേണ്ട, ഞാൻ തുറന്നു തരാം. ഇങ്ങോട്ട് തരാം. ഇതാണ് ഞാൻ സമ്പാദിച്ച വിലപിടിപ്പുള്ള സ്വത്തുക്കൾ. ഇത് ചെക്കല്ലേ? അതെ, ഇത്രയും കാലം ഞാൻ സമ്പാദിച്ച കോടിക്കണക്കിന് വിലയുള്ള എന്റെ വണ്ടി ചെക്കുകൾ. அப்ப சார் நம்ம வந்து 50-50 തരാം. 50-50. ഇത് പോതുമാ? நீங்க தான் மலையாளி. പോതുമടാ ചാമി. ഇവിടെ ഇങ്ങനെ ചാരിക്കണ്ടപ്പോ ഞാനോടത്തെ പടവലങ്ങ പിടച്ചു കയറിയായിരിക്കുന്നു. പടവലങ്ങയുടെ അതേ ഷേപ്പ്. എടോ തന്നൊക്കെ എത്ര ദിവസം വെയിറ്റ് ചെയ്യണത്? തെങ്ങേറ്റക്കാർക്ക് ഇത്ര വലിയ ഡിമാൻഡ്? എനിക്ക് സാധനം ഞാൻ കയറി തേങ്ങട്ടാണ്. ഇതുപോലെ പഠിപ്പിക്കുന്ന സ്ഥലമുണ്ടത്. ഞാൻ മഹാരാജാസ് കോളേജിലാണ് പഠിച്ചത്. മഹാരാജാസ് കോളേജ് തെങ്ങേറ്റം മഹാരാജാസ് കോളേജിൽ തെങ്ങേറ്റം പഠിപ്പിക്കണല്ല. ഞാൻ അവിടെ ഒരു തെങ്ങ് കണ്ട, അതിനകത്ത് കയറി ഇറങ്ങി പഠിച്ചെന്നാ പറഞ്ഞത്. പക്ഷെ ആ തെങ്ങിൽ കയറി മുകളിൽ നിൽക്കുമ്പോഴേ എന്തോരം വവ്വാലുകളാണ് അതിന്റെ അടികൂടി പോണെന്നറിയോ? ഇയാൾ എന്താ പറയണത്? മഹാരാജാസ് കോളേജിനകത്തോടി വവ്വാല് പോണെന്ന്? ഞാൻ കണ്ടതല്ലേ. എടോ അത് വവ്വാലുകളല്ലത്, ലോ കോളേജിൽ പഠിക്കുന്ന അഡ്വക്കേറ്റ് പിള്ളേരാണത്. അയ്യോ അതാണ്. ഞാനും ആലോചിച്ചു ഈ വവ്വാലുകൾ ഫയലും പിടിച്ച് കാറിൽ കയറി പോണ്. ഞാൻ തെറ്റിദ്ധരിച്ചറിയാതെ പറ്റിപ്പോയതാ. എനിക്ക് തെങ്ങേക്കാരൻ പേടിയൊന്നുണ്ടായിട്ടല്ല. പണ്ട് അച്ഛൻ തെങ്ങേന്ന് വീട്ടാണ് അമ്മ മരിച്ചത്. അച്ഛൻ തെങ്ങേന്ന് വീടുമ്പോ എങ്ങനെയാണ് അമ്മ മരിക്കണത്? ഇവർ എവിടുത്തെ കാരണ? അച്ഛൻ തേങ്ങ പറിക്കാൻ വേണ്ടി തെങ്ങിന് മുകളിൽ കയറി, അമ്മ തേങ്ങ പറിക്കാൻ തെങ്ങിന് താഴെ വന്നു. അച്ഛൻ തെങ്ങേന്ന് ഇവിടെ വിട്ടു, അമ്മയുടെ നെഞ്ചു തോണു, അമ്മ തീർന്നു. ഭയങ്കര ട്രാജഡിയാണ് കേട്ടോ, തമാശ അല്ല, ഭയങ്കര ട്രാജഡി. ഇങ്ങനെയുള്ള ട്രാജഡി സംഭവം എന്നോട് പറയുന്നത് വിഷമം വരും. അതൊക്കെ പോട്ടെ. തെങ്ങിന്റെ മുകളിൽ നിന്ന് വീണപ്പോ അമ്മ മരിച്ചത് ഭയങ്കര ട്രാജഡിയാ കേട്ടാ. ചിരിച്ച് ചാവുന്ന ട്രാജഡിയാ. ഇതുപോലെ ചില കഥകൾ എന്റെ വീട്ടിലുണ്ടായിട്ടുണ്ട്. അതായത് എന്റെ അമ്മൂമ്മയുടെ ഓർമ്മയ്ക്ക് വേണ്ടി തെങ്ങ് വെച്ച കഥ. വേറൊന്നുമല്ല, അമ്മൂമ്മ ഒരു ദിവസം മീൻകാരനെ നോക്കി തെങ്ങിന്റെ ചോട്ടിൽ നിൽക്കുകയാണ്. ഈ സമയം തെങ്ങിന്റെ മുകളിൽ നിന്ന് ഒരു തേങ്ങ വന്നു പടക്കോ എന്ന് പറഞ്ഞ് അമ്മൂമ്മയുടെ തലയിൽ വീണു. ദൈവമേ! ഞാനും അച്ഛനും കണ്ടുകൊണ്ടിരിക്കണത്. ഞങ്ങൾ നേരെ ഓടിച്ചെന്ന്
അയ്യോ ഞങ്ങള് നോക്കുമ്പോ നേരെ വീണിട്ടെ തൊട്ടടുത്ത് പുഴയാണ്. പുഴയിലേക്ക് അങ്ങ് വീണ ഒഴുകി പോകൂലേ. അമ്മമ്മയോ? അമ്മൂമ്മ അല്ല, തേങ്ങ. തേങ്ങ ഞങ്ങൾ അപ്പൊ തന്നെ എടുത്തു. അമ്മൂമ്മ അങ്ങോട്ട് പോയി. അതാ ഒഴിക്കപ്പെട്ടു പോയി. അതിന്റെ ഓർമ്മക്കാണ് ഞങ്ങൾ തെങ്ങ് വെച്ചത്. അതെ, ലോട്ടറി അടിച്ചെന്ന് പറഞ്ഞു കേട്ടു. ലോട്ടറി അടിച്ചാലേ എന്നെ ഒരു ലോറി ഇടിച്ചതാ. എന്നിട്ട് ഒന്നും പറ്റിയായിരുന്നോ? ഏയ് ഒന്നും സംഭവിച്ചില്ല. ഞാനും ഈ ലോറിക്കാരനും തമ്മിൽ നല്ല പരിചയത്തില. അതായത് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഒരു സ്കൂളിൽ പഠിച്ചാണ്. ആ പരിചയത്തിന്റെ പുറത്ത് എനിക്കൊന്നും സംഭവിച്ചില്ല. ഇതാണ് പറയണത്, പഠിപ്പിക്കാൻ പോണ സമയത്ത് നമ്മൾ പഠിക്കാൻ പോണെന്ന്. മനസ്സിലായോ? എടാ നിനക്കൊക്കെ ഈ പണി വിട്ടിട്ട് വല്ല റബ്ബർ വെട്ടാൻ പോയിക്കൂടെ? നേരത്തെ ഒരു ദിവസം ഞാൻ റബ്ബർ വെട്ടാൻ പോയതാണ്. റബ്ബർ വെട്ടാൻ പോണ കാര്യം എന്നോട് പറയല്ലേ. എന്റെ വീടിന്റെ പരിസരത്ത് ഒരു വലിയ മുതലാളിയുണ്ട്. അയാൾക്ക് 4 ഏക്കർ സ്ഥലമുണ്ട്. അതിനകത്ത് 1500 റബ്ബറും ഉണ്ട്. പുള്ളി ഒരു ദിവസം എന്നോട് പറഞ്ഞു, നിനക്ക് റബ്ബർ വെട്ടാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വെട്ടാം. ഒരു റബ്ബറിന് എന്ത് കാശ് വെച്ച് തരും എന്ന് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു 1.75 രൂപ വെച്ച് തരാന്ന് പറഞ്ഞു. ഒരു തെങ്ങിന് അല്ല ഒരു റബ്ബറിന് 1.75 എന്ന് പറയുമ്പോൾ ഭയങ്കര ലാഭമല്ലേ? നല്ല ലാഭമാണ്. ഞാൻ വേഗം പുള്ളി പറഞ്ഞത് കേട്ട് ഇതേപോലെ തന്നെ തിരിച്ച് റബ്ബർ വെട്ടി കാശിന് വേണ്ടി പുള്ളിയുടെ വീട്ടിൽ ചെന്ന് അയാളിനോട് നിന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കണം. പോക്കരുത്തരം. എന്തിനാ അങ്ങനെ പറഞ്ഞത്? അയാളുടെ റബ്ബറെല്ലാം ഞാൻ വെട്ടി മറിച്ചിട്ട്. എങ്ങനെ? റബ്ബറെല്ലാം വെട്ടി അറിയാതെ മറിച്ചിട്ടു. അയാൾ ഉദ്ദേശിച്ച വേറെ, ഞാൻ ഉദ്ദേശിച്ച വേറെ. അങ്ങനെ റബ്ബർ തടിക്ക് അടിച്ച് കൊല്ലണ്ടാണ്. അതെ, നമുക്കൊരു കാര്യം ചെയ്യാം. ഇങ്ങനെ പറഞ്ഞാൽ തെങ്ങേറ്റം നടക്കൂല. മഴ പെയ്യുമെന്ന് തോന്നണേട്ടാ. മഴക്കുള്ള കോളുണ്ട്. പക്ഷെ മഴ പെയ്യണമെങ്കിൽ ചുരുങ്ങിയത് 4-5 പേരെങ്കിലും വേണ്ടി വരും തെങ്ങി കയറാൻ. 5 പേരാ ഒരു തെങ്ങ കയറാനായിട്ട്? അല്ല, ഞാൻ ഒരാളെ തെങ്ങി കയറുന്നുള്ളൂ. മഴവെള്ളത്തിന്റെ തെന്നെല്ലാം തലയും കുത്തി താഴെ വീഴുമ്പോ അവിടെ തന്നെ പെറുക്കിയെടുത്ത് കൊണ്ടുപോകാൻ ഒരു 4 പേര് വേറെ വേണ്ടി വരും. നെറ്റ് കെട്ടിട്ടുണ്ട്. നെറ്റ് കെട്ടിട്ടുണ്ടോ? ഓ, അപ്പൊ ഇവിടെ നെറ്റ് കണക്ഷൻ എടുത്തല്ലേ? ഞാനല്ല, കെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാണ്. അയ്യോ, എന്റെ ഭാര്യനെ ഞാനൊന്ന് ഫോൺ വിളിച്ചോട്ടേട്ടാ, ഞാൻ മറന്നുപോയി. ഇതിനകത്ത് 2 സിം ഉണ്ട്. ഒരു സിമ്മിൽ നിന്ന് വിളിച്ച് അവളെ എടുക്കൂല. ആ നമ്പർ അവൾക്ക് അറിയാം. ഇതിനകത്ത് ഇപ്പൊ അടുത്ത് വേറൊരു കണക്ഷൻ എടുത്തിട്ടേ, അത് അവൾക്ക് അറിയാൻ പാടില്ല. അതും എന്റെ ശബ്ദത്തിൽ വിളിച്ചാൽ അവൾ എടുക്കൂല. എന്റെ ശബ്ദം കേട്ടാൽ അവൾ അപ്പ ഫോൺ വെച്ച് കളയും. ശബ്ദം മാറ്റി വിളിക്കണം. ഹലോ, ആ മിനിയല്ലേ? എങ്ങനെ ഫോൺ നമ്പർ കിട്ടിയെന്നോ? അതൊക്കെ ഒരാള് തന്നു. എവിടെയുണ്ട്? തിയേറ്ററിലാ. സിനിമ കാണുകയല്ലേ? രാത്രി മിനി വീട്ടിലുണ്ടാവോ? ഞാൻ അങ്ങോട്ട് വരാം. മിനിയുടെ വീട്ടിലുണ്ടാവണം. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ വരും. ഓക്കെ. എടോ, സ്വന്തം ഭാര്യനൊക്കെ എന്തോ ഇങ്ങനെ വിളിച്ചു വരുന്നത്? ഇങ്ങനെ വിളിച്ചില്ലെങ്കിൽ അവള് രാത്രി വീട്ടിലേക്ക് വരില്ല. ഇങ്ങനെ ഓരോ ദിവസം ഓരോരുത്തരുടെ പേരിൽ ശബ്ദം മാറ്റി വിളിച്ചാൽ ഞാൻ അവളെ എന്റെ വീട്ടിലേക്ക് വരുത്തുന്നത്. അറിയാമോ? അവള് തിയേറ്ററിൽ പോയി സിനിമയും കണ്ടിങ്ങനെ നടക്കുകയാണ്. ആരുടെ കൂടെ എന്നൊക്കെ എനിക്കറിയാമോ? പിന്നെ ആകെയുള്ളൊരു സമാധാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവള് തിയേറ്ററിലുണ്ടല്ലോ എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. തിയേറ്ററുകാരെ ഇടക്കിടക്കിടക്ക് വിളിക്കും. അപ്പൊ അവര് പറയും അവൾ ഇവിടെ ഉണ്ട് ചേട്ടാ, ചേട്ടൻ ഒന്നും കൊണ്ട് മേടിക്കണ്ടെന്ന് പറയും. ആ ഒരു ധൈര്യം എനിക്കുള്ളൂ. അല്ല, ഞാൻ ചോദിക്കണമെന്ന് ഓർത്തിരിക്കരുത്. തന്റെ ഭാര്യ എവിടെ പോയെന്നാ പറഞ്ഞത്? എന്റെ ഭാര്യ സിനിമക്ക് പോയല്ലേ? ഓക്കെ. അല്ല, ഞാനിങ്ങോട്ട് പോകുന്ന വഴിക്ക് തന്റെ ഭാര്യനെ കണ്ടായിരുന്നേ. അപ്പൊ എന്നോട് ടൂർ പോകണം എന്നോട് പറഞ്ഞു. എടോ, സിനിമയ്ക്ക് പോണത് എന്റെ വീട്ടിൽ ചെന്നിട്ട് എന്റെ ഭാര്യ അങ്ങനായിട്ട് പോകും. അത് കഴിഞ്ഞ് വന്നിട്ട് ഇന്ന് ഞാനും എന്റെ ഭാര്യയും കൂടി ടൂർ പോകും. ഓഹോ, അപ്പൊ ടൂറും പോകണുണ്ടോ? ഓ, സമ്മതിക്കണോട്ടാ തന്നെ. താൻ ഈ കഴിഞ്ഞിടക്ക് വേലക്കാരത്തിന് അന്വേഷിച്ച് നടക്കണ്ടായിരുന്നല്ലോ. ഒന്നും പറയണ്ട ചങ്ങാതി. എന്റെ ഭാര്യക്ക് ഒരു നിർബന്ധം, വേലക്കാരത്തിയെ വേണം. അതാണെങ്കിലോ 50 വയസ്സിൽ മുകളിലുള്ള മതി. അത് പിന്നെ അങ്ങനെ ഓരോരുത്തരുടെ സ്വഭാവത്തിന് പറ്റുന്ന റൂട്ടിലെ അവര് പിടിക്കുള്ളൂ. എവിടെ നിന്ന് കിട്ടാനാണ്? 50 വയസ്സുള്ള. എന്നിട്ട് താനെന്ത് ചെയ്തു? ഞാൻ അവസാനം 25 വയസ്സുള്ള 2 പെമ്പിളെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. അപ്പഴേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, വേറെ ഒന്നും തോന്നരുത്. തന്റെ ഭാര്യയെ കുറിച്ച് ഞാൻ ചില സീക്രട്ടുകളൊക്കെ അറിഞ്ഞു. ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്നോ അങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഞാൻ അറിഞ്ഞു. സത്യം പറഞ്ഞ ഞാനിത് ആരോടും പറയാതിരിക്കുന്ന കേസാണ്. നാറ്റ കേസാണ്. ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കണത്. അവക്ക് ഈ രാത്രിയിലൊക്കെ ഉറക്കത്തിൽ എഴുന്നേൽക്കുന്ന സ്വഭാവം. എടോ, ഇതിലൊന്നും നാറ്റ കേസില്ല. എന്റെ പെണ്ണുമ്പോൾ ഉറങ്ങാതെ തന്നെ രാത്രി മുഴുവൻ എഴുന്നേറ്റ് നടക്കാണ്. അതറിയാമോ? അത് തന്റെ പെണ്ണുമ്പോൾ എനിക്ക് നാരിട്ട് പുറത്തു നടക്കാൻ പറ്റുമോ? ഈ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കണം മാറ്റാൻ ഒരേ ഒരു വഴിയുള്ളൂ. എന്ത് വഴി? ഏലസ് ഉണ്ട്. ഏലസ് കഴുത്തി കെട്ടിയാൽ ഈ സാധനം ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കും. ഈ പ്രസംഗത്തിന് മതിയല്ലോ. പക്ഷെ ഒരുപാട് കാശ് ചെലവുണ്ട്. എത്ര കാശ് ചെലവായാലും എനിക്ക് അസുഖം ഒന്ന് മാറി കിട്ടിയാൽ മതി. മാറ്റിത്തരാം. 25 കിലോ തൂക്കം വരുന്ന ഒരു ഏലസ് ഉണ്ട്. ഇത് കഴുത്തി കെട്ടി തൂക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെ വെയിറ്റും തൂക്കിയിട്ടുണ്ട് എന്നിട്ട് നടക്കാൻ പറ്റൂല. അത് മതിയാവോ? അല്ല, ഇതൊക്കെ തന്നോട് പറഞ്ഞിട്ട് എന്താ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് തെങ്ങി കയറാം. തനിക്ക് തെങ്ങേറ്റം പഠിക്കണമെന്ന്. ഓ, ഈ തെങ്ങ് നല്ല ദൂരം ഉണ്ടല്ലോ. ഈ തെങ്ങിന് ഓട്ടോ പിടിച്ചു പോവാനോ? തെങ്ങേറ്റൊക്കെ പഠിക്കണം. അല്ലെ ഞങ്ങളെപ്പോലുള്ള ആൾക്കാരെയൊക്കെ ആശ്രയിക്കേണ്ടി വരും. അറിയാമോ? സംഭവം വേറൊന്നുമല്ല. അവിടെ നിൽക്കുന്ന തെങ്ങുണ്ടോ?
അതിൽ തേങ്ങ ആദ്യമായിട്ട് ഉണ്ടാകുകയാണെങ്കിൽ ഞാൻ അമ്പലത്തിലേക്ക് കൊടുത്തേക്കാൻ ഒരു വഴിപാടുണ്ടായിരുന്നു. ഞാൻ അമ്പലത്തിൽ നടച്ചെന്ന പ്രാർത്ഥിച്ചത്, അത് ശാന്തിക്കാരൻ കേട്ടു. ഞാനാണ് തേങ്ങ കൊടുത്തില്ല. ശാന്തിക്കാരൻ വന്ന് തെങ്ങ കയറി തേങ്ങിട്ടുണ്ട് പോയി. അതുപോലെ തന്നെ ഈ തെങ്ങയിൽ ആദ്യമായിട്ട് തേങ്ങ ഇടാകുമ്പോഴത്തേക്കും അമ്പലത്തിലേക്ക് കൊടുത്തേക്കാൻ ഒരു വഴിപാടുണ്ടായിരുന്നു. ഇനി എങ്ങാനും ശാന്തിക്കാരൻ വന്ന് ഇട്ടുകൊണ്ട് പോയാലെന്ന് വിചാരിച്ച് അയാൾ വരുന്നതിന് മുമ്പ് തന്നെ വിളിപ്പിച്ചതാ. എന്നാ ഇന്ന് തന്നെ ഇടാൻ പോകുകയാണ്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, കേറിക്കളയാം. ഈ അവസരം പാഴാക്കരുത്. വേണമെങ്കിൽ കയറാൻ പഠിച്ചോ. ആയിക്കോട്ടെ. കാരണം എനിക്ക് എപ്പോഴും വരാൻ പറ്റില്ല. നിങ്ങളെ പോലെ ആൾക്കാര് എന്റെ കയ്യിൽ തെങ്ങേറ്റം പഠിച്ച ഒരുപാട് ആൾക്കാരുണ്ട് ജീവിച്ചിട്ടുണ്ടോ? പിന്നെ എന്തോരം ആൾക്കാരാണ് തെങ്ങേറ്റം പഠിച്ചു. വേണമെങ്കിൽ കയറാൻ പഠിച്ചോ. സിമ്പിൾ ആയിട്ട് ഞാൻ പഠിപ്പിച്ചുതരാം. ഇതൊന്നും പിടിച്ചേ. അത് വേണ്ട, തനിക്ക് വേറെ വല്ലതും തോന്നിയാലേ ശരിയാവൂല. മറിക്കും. ഇങ്ങോട്ട് നീങ്ങി, ഇങ്ങോട്ട് നീങ്ങി, ഇത്തിരി അങ്ങോട്ട്. അവിടെ അല്ല, ഇവിടെ ഇത് ഫോട്ടോ എടുക്കാൻ നിൽക്കാതെ തെങ്ങക്കാരൻ. ഇതൊന്നും പിടിച്ചേ. അല്ലേ വേണ്ടത്, അവിടെ കിടന്നോട്ടെ. നമ്മള് വളരെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ സിമ്പിൾ ആയിട്ട് കാലിലേക്ക് ഇങ്ങനെ എന്നിട്ട് ഇത് ഈ കാലി ഇങ്ങനെ വെച്ചിട്ട് മെല്ലെ, സ്പീഡ് പാടില്ല, ഇങ്ങനെ 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 ചാടിക്കറാവുന്നേ ഉള്ളൂ. അണ്ണാന മനസ്സിൽ വിചാരിച്ചോ മതി. അണ്ണാന മെല്ലെ കാലിലിടുക. അണ്ണാന പ്രാർത്ഥിക്കാൻ പറഞ്ഞു. മെല്ലെ 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 കാലിടുക. മെല്ലെ ഇട്ടിട്ട് അങ്ങനെ മെല്ലെ കാലിടുക. മെല്ലെ മെല്ലെ ചാടി ചാടി കയറി ചാടി കയറി. എടോ, എന്റെ കാലിട്ടിട്ട് തന്നോട് ചാടി കയറാനല്ല പറഞ്ഞത്, തന്റെ കാലിട്ടിട്ട് ചാടി കയറണോന്ന്. ഇയാളൊക്കെ ഏത് കോത്താഴത്ത് കുറ്റി പോയി പറിച്ചോണ്ട് പോന്നാണാവോ? ചാടി ചാടി ചാടിക്ക്. ഇനി കേറിക്കോളോട്ടോ. ഈ ഫോണേ ചിലപ്പോ ഇതുമറ്റി ഇടിച്ചിട്ടേ പൊട്ടും. ഒന്ന് മാറ്റി പിടിച്ചോ. കൊള്ളാം. ഇത് ഇവിടെ ഇങ്ങനെ നമ്മൾ തെങ്ങി കയറാൻ പഠിക്കണം. ഇനി എനിക്ക് കയറാൻ പറ്റും തോന്നണില്ല. കിതച്ചു പോയാ? എനിക്ക് വിശക്കണം. കുഴപ്പമില്ല, ഇവിടെ ഇരുന്നോ. 2 കഷ്ണം പൂട്ടും കടല കഴിച്ചിട്ട് പതുക്കെ കയറിയാ മതി. സ്പീഡില്ലേ? അതെ, ബെല്ലടിക്കണ്ടല്ലോ. അയ്യോ, ചേട്ടന്റെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. ഞാൻ തെങ്ങിന്റെ മുകളിലാണല്ലോ. അവിടെ തന്നെ ഇരുന്നോ. ഭാര്യയാണെന്ന് തോന്നണ. ഭാര്യയാണ്. ആരാവും ഭാര്യയുടെ പേര്? ഭാര്യയുടെ പേരെന്താ? സുലുവാ? സുലോചന. ഹലോ. അതെ, ടൂറാ? അതെ, ടൂർ പോകാൻ വിളിക്കണേ. പെട്ടെന്നൊന്ന് ചെല്ലാൻ. എന്നെ കേറാൻ മാത്രമേ പഠിപ്പിച്ചുള്ളൂ, ഇറങ്ങാൻ താൻ പഠിപ്പിച്ചില്ലല്ലോ. താൻ ഇങ്ങോട്ട് ഇറങ്ങാൻ നോക്കണോ എങ്ങനെയെങ്കിലും. താൻ ഇറങ്ങാൻ പഠിപ്പിച്ചില്ലല്ലോ. ഇറങ്ങാൻ പറ്റണില്ലേ? അവളോട് പറയാൻ തെങ്ങിന്റെ മുകളിൽ ഇരിക്കാന്ന് പറ. അല്ല, തനിക്ക് ഇറങ്ങാൻ പറ്റുന്നുണ്ടോ? ഇറങ്ങാൻ പറ്റുന്നില്ല. ചേടാ, ഇത് താൻ. അതെ, ഹലോ. പുള്ളിക്കാരൻ തെങ്ങിന്റെ മുകളിൽ ഇരിക്കുകയാണ്. പുള്ളിക്കാരൻ കയറാൻ മാത്രമേ പഠിച്ചുള്ളൂ, ഇറങ്ങാൻ പഠിച്ചിട്ടില്ല. ഞാനാണെങ്കിൽ ഇറങ്ങാനായിട്ട് പഠിപ്പിച്ചിട്ടില്ല. ടൂർ പോണല്ലേ? അതെ, ഒരു കാര്യം ചെയ്യും. ചേട്ടൻ തെങ്ങിന്റെ മുകളിൽ ഇരുന്നോ, ഞാനും ചേച്ചി കൂടി ടൂർ പോയിട്ട് വരാം. ഓക്കെ? എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ഒരു കയറ്റം ഇറക്കം ഉണ്ടാവും. പ്രത്യേകിച്ച് തെങ്ങേറ്റക്കാരുടെ ജീവിതത്തിൽ. തെങ്ങിൽ കയറാനും ഇറങ്ങാനും സുഖമാണ്. വീട് കഴിഞ്ഞാൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാനാണ് നമുക്ക് ബുദ്ധിമുട്ട്. എന്താ കേരളത്തിന്റെ ഒരു ഭംഗി! വെറുതെ അല്ല ആൾക്കാർ പറഞ്ഞ കേരളം പ്രകൃതി രമണീയമാണെന്ന്. ഒന്ന് പോയിക്കോടൊന്ന്. എന്റെ മലയാള സിനിമയുടെ ഷൂട്ടിംഗ് കേരളത്തിന് പുറത്ത് തന്നെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, സിനിമ ഷൂട്ടിംഗ് ആണ്. അതെ, ഒരു ചാൻസ് തരുവാ. ഞാൻ ലൊക്കേഷൻ നോക്കിക്കൊണ്ടിരിക്കണ. ദയവേ തന്നെ ശല്യപ്പെടുത്തല്ലേ പ്ലീസ്. പടത്തിന്റെ പേരെഴുതി കാണിക്കുന്നത് ഇവിടുന്ന് തന്നെ. കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, ക്യാമറ എന്നിട്ട് നേരെ മുകളിലേക്ക്. എന്റെ അമ്മേ, നിന്റെ നിന്നെ ഞാൻ ഒരു ചാൻസ് അല്ല. എന്റെ സുഹൃത്തെ, ഒരു സംഭവം ഉണ്ട്, ഞാനത് തരാം. ദയവേത് ഇത് നടക്കല്ലേ കേട്ടോ. എവിടെ വന്നെ ഞാൻ
ഈ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നത് ഹോങ്കോങ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അതായത് നായകനും നായികൻ കണ്ടുമുട്ടുന്നത് ഹോങ്കോങ്ങിൽ വെച്ചാണ്. അത് കഴിഞ്ഞ് വില്ലൻ നേരെ ചൈനയിലേക്ക് പോകും. ഒരു കാര്യം ചെയ്യും, ഞാൻ ചൈനയിൽ വരാം. താൻ ചൈനയിൽ വരണ്ട, വില്ലൻ നേരെ ചൈനയിലേക്ക് പോവുകയാണ്. അങ്ങോട്ടേക്ക് നമ്മുടെ നായകൻ വരുന്നു. അപ്പോ നമ്മുടെ വില്ലൻ നേരെ അമേരിക്കയിലേക്ക് പോകും. അപ്പൊ ഞാൻ അങ്ങോട്ട് വരുന്നു, അമേരിക്കയിലേക്ക് താൻ വരണ്ട, തന്നെ ഞാൻ വിളിച്ചോളാം. അങ്ങനെ ഇത് അമേരിക്ക, ചൈന, ഉഗാണ്ട എന്ന് പറഞ്ഞിട്ട് ഇന്ത്യക്ക് പുറത്താണ് മൊത്തം ഷൂട്ടിംഗ് ഇതിന്റെ. അപ്പൊ ഇന്ത്യ ഷൂട്ടിംഗ് ഒന്നും ഇല്ല? ഇന്ത്യയിൽ ഷൂട്ടിംഗ് ഇല്ല. ആ പ്രൊഡ്യൂസറുടെ നമ്പർ തന്നെ. എന്തിനാണ് പ്രൊഡ്യൂസർ നമ്പർ? അല്ല സാറി, കേരളത്തിനകത്തൊന്നും ഇല്ലല്ലോ ഷൂട്ടിംഗ്. കേരളത്തിലുണ്ട്. കേരളത്തിൽ ഒറ്റ സീനേ ഉള്ളൂ, മലയാള സിനിമയുടെ പേരെഴുതി കാണിക്കുന്ന മാത്രം. അത് മാത്രമേ ഉള്ളൂ. അപ്പൊ പ്രൊഡ്യൂസറുടെ നമ്പർ പെട്ടെന്ന് എടോ ഫോൺ നമ്പർ അഡ്രസ് ഒക്കെ. ഓ എനിക്ക് മനസ്സിലായി. ചാൻസ് കൂടുതൽ മേടിച്ചെടുക്കാനുള്ള പരിപാടി ആയിരിക്കും. പിച്ചക്കാരനല്ലാതെ വേറെ വേഷം മേടിച്ചെടുക്കാനുള്ള പരിപാടിയല്ല. സാറി സിനിമയിലും അമേരിക്കയിലും ചൈനയിലും ഹോങ്കോങ്ങിലും ഇംഗ്ലണ്ടിലും മലേഷ്യയിലൊക്കെ ഷൂട്ട് ചെയ്യണം. അതെ. കേരളത്തിൽ ഇപ്പോൾ റിലീസ് ചെയ്യൂല. കേരളത്തിൽ ഇപ്പോൾ ഓടിക്കഴിഞ്ഞാൽ എന്തായാലും തകർന്ന് കുത്തുവാള എടുത്ത് പണ്ടാരം ഒടുങ്ങി പോകും. ഞാനും ആ പ്രൊഡ്യൂസറും കൂടെ ഒരുമിച്ചിരുന്ന് തെണ്ടണ്ടേ. പിന്നെ അപ്പൊ ഒന്ന് പരിചയപ്പെട്ടിരിക്കണം, നല്ലതല്ലേ സാറേ? വെള്ളമില്ലാണ്ട് എന്റെ പൊന്നോ. താർന്നൂര് പനി ഇവിടെ കൊണ്ടോളൂ. മണ്ണെണ്ണയ്ക്കും വില കൂടി, ഗ്യാസിനും വില കൂടി, വിറക് തന്നെ ശരണം. ഇവിടെ നിക്കണം. ഞാനിങ്ങനെ വെറുതെ ഇവിടെ നിന്നാച്ചിങ്ങനെ ഒന്ന് സഹായിച്ചാണ്. മരം എന്ത് ചെയ്യാൻ പോണു? മരം വെട്ടല്ലേ അച്ഛാ, മരം വെട്ടല്ലേ. മരം നമുക്ക് ഓക്സിജൻ തരുന്നു, ഭൂമിയെ തണുപ്പിക്കുന്നു, മണ്ണൊലിപ്പ് തടയുന്നു, പ്രകൃതി ദുരന്തങ്ങൾ എല്ലാം മാറ്റുന്നു. അയ്യോടെ മോനെ, അറിഞ്ഞില്ലല്ലോടാ. മരം നമുക്ക് ഇതൊക്കെ തരുവാ. പിന്നെ ഞാൻ എന്തിനാ മരം വെട്ടാൻ പോയതല്ലേ? അച്ഛൻ സയൻസ് പഠിച്ചിട്ടില്ല, അതാണ്. മാത്തമാറ്റിക്സ് അറിയാവിടെ, നമ്മളൊക്കെ പഴയ ആൾക്കാരല്ലേ. അതെ അതെ. ഈയുടെ മരം മണ്ട, നീ എന്താടാ പറഞ്ഞത്? മരം നമുക്ക് ഓക്സിജൻ തരുന്നു, മണ്ണൊലിപ്പ് തടയുന്നു, മറ്റേത് തരുന്നു. എടാ മരം ഇതൊന്നും അല്ല ഇപ്പൊ തന്നത്, പൈനും തരാൻ തുടങ്ങി. കണ്ടാ? ഹലോ, സുരേഷേ, നാളെ രാവിലെ ഒന്ന് തിരുവനന്തപുരം വരെ പോണം. വൈകിട്ട് ഒരു 4 മണിയാകുമ്പോൾ ഇവിടെ തിരിച്ചെത്തുകയും വേണം. മറന്നു പോകരുത് കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. എന്തൊരു കഷ്ടമാണെന്ന് നോക്കിക്കേ. മണി 4 അവനോട് ഞാൻ പറഞ്ഞ രാവിലെ 4 മണിയാകുമ്പോ തിരുവനന്തപുരത്ത് പോകണം, തിരിച്ചൊരു 4 മണിയാകുമ്പോ ഇവിടെ എത്തേണ്ടതാണെന്ന്. ഇനി എപ്പോ ഞാൻ തിരുവനന്തപുരത്ത് പോയി 4 മണിയാകുമ്പോ വരാനാ? ഇപ്പൊ മണി 4, ഇനി പോയിട്ടെന്താ കാര്യം? ഇതേ കൂടി ഇറങ്ങടാ. നീ ഇങ്ങോട്ട് വാടാ. എന്റെ മുതലാളി സമ്മതിക്കണം. ഇങ്ങോട്ട് വന്നടാ. നിന്നോട് ഞാൻ ഇന്നലെ എന്താടാ പറഞ്ഞത്? വെളുപ്പിന് 4 മണിക്ക് തിരുവനന്തപുരത്ത് പോകണം, വൈകിട്ട് 4 മണിക്ക് കൃത്യമായിട്ട് ഇവിടെ എത്തണമെന്ന് പറഞ്ഞു. എന്നിട്ട് പോകാൻ പറ്റിയ? ഞാൻ വെളുപ്പിന് 4 മണിക്ക് തിരുവനന്തപുരത്ത് പോയി, വൈകിട്ട് 4 മണിക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി എന്ത് വേണം? നീ തിരുവനന്തപുരത്ത് രാവിലെ പോയാ? ഞാൻ പോയി. എന്നിട്ട് ഇവിടെ വന്ന്? ഞാൻ വന്ന്. നീ എന്നാത്തിനാണ് തിരുവനന്തപുരത്ത് പോയ? മുതലാളിയല്ലേ പറഞ്ഞത് വെളുപ്പിന് 4 മണിക്ക് പോകണം, വൈകിട്ട് 4 മണിക്ക് തിരിച്ചു വന്നോന്ന്. എടാ, നമ്മ രണ്ടും കൂടി തിരുവനന്തപുരത്ത് പോണ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഓയ്യോ, നമ്മൾ രണ്ടുപേരും കൂടെ അല്ല, മുതലാളി ഒറ്റക്കാണെന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞത്. എടാ, ഈ കാര്യം പറയാൻ വേണ്ടി ഞാൻ പിന്നെ 5-6 പേരോട് വിളിച്ചു പറയാൻ പറ്റുമോ? എന്താ പ്രശ്നം? മുതലാളി തിരുവനന്തപുരത്ത് പോയില്ല. ഒരു കാര്യം ചെയ്യ്, ഞാൻ ഏതായാലും പോയിട്ട് ഇവിടം വരെ വന്ന്, മുതലാളി ഇനി പോയിട്ട് വാ, ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം. അല്ല പിന്നെ എടാ, നീ എന്നോട് കാര്യം പറ. എനിക്ക് ജീവിക്കണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകണം? നിനക്ക് മരിച്ചാൽ മതി. എടാ, നിന്റെ കൂട്ടുകാരനാ ഞാൻ. എടാ, ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് പായ കിടന്നുറങ്ങുന്ന ആൾക്കാരല്ലേ. പായ കിടന്നുറങ്ങണ കാര്യമൊക്കെ നീ ഇവിടെ പറഞ്ഞു ആൾക്കാരുടെ വൃത്തികേടാന്ന് വിചാരിക്കും. എടാ, നീ ഒരു കൂട്ടുകാരൻ നിലയ്ക്ക് എന്നോട് നിന്റെ പ്രശ്നം എന്താ വെച്ചാൽ പറ, പരിഹാരം ഉണ്ടാക്കാം. എന്റെ ഭാര്യ ഇപ്പൊ എന്നെ ഫോണിൽ വിളിക്കണ പോലുമില്ല. അതാണ് വലിയ പ്രശ്നം. അവക്ക് ജോലി കിട്ടിയെന്ന് പറഞ്ഞ അവൾ ഒറ്റ ദിവസം പോലും എന്നെ ഫോണിൽ വിളിക്കാറില്ല. ഇന്നാണ് ഞാൻ നോക്കാൻ നേരത്തെ എന്റെ കൂട്ടുകാരന്റെ ഒപ്പം 3-4 ദിവസം ടൂറിന് പോയേക്കണ.
സിനിമക്ക് പോയേക്കണ്. എന്തെല്ലാം അവള് അറിയാമോ? നിന്റെ ഭാര്യ അത് നീ ചാകാൻ പറ്റും എന്താണ് കാര്യം? അവളെ അടിച്ചിറക്കണം. പെണ്ണുങ്ങളൊന്നും വീട്ടിൽ വെച്ച് ഉറപ്പിക്കരുത്. പിന്നെ ഞാൻ അവളെന്ത് സ്നേഹത്തോടെ നോക്കണമെന്ന് അറിയാമോ? അവള് വല്ലപ്പോഴും ഫോൺ ചെയ്യണമെങ്കിൽ ഞാൻ അവളോട് സ്നേഹത്തോടെ സംസാരിച്ചിട്ടുള്ളതെന്ന് അറിയാമോ? നീ മാത്രം സ്നേഹം കാണിച്ചിട്ട് എന്താ കാര്യം? അവളെ അടിച്ചിറക്കി വിടാ. തിരുവനന്തപുരത്ത് ജോലിക്കാണെന്ന് പറഞ്ഞു പോയിട്ട് വീട്ടിലേക്ക് വരുമില്ല, എന്നെ ഒന്ന് ഫോൺ വിളിക്കുപോലും ഇല്ല. അല്ല എന്ത് ചെയ്യാനാണ്? ഹലോ, ഇപ്പോഴെങ്കിലും വിളിക്കാൻ തോന്നിയല്ലോ. ഇവിടെ ചകുപൊട്ടി ചാകാൻ പോകരുത് മനുഷ്യൻ. ഭാര്യയുടെ ഞാൻ വിളിക്കാൻ അവിടെ ആളുണ്ട് ഇവിടെ. ഹോ, നിന്നെ സമ്മതിക്കണം. നിന്റെ ഭാര്യ നിന്നോട് ഇത്രയും പോക്കൃത്തരം കാണിച്ചിട്ടും അവളൊന്ന് ഫോൺ വിളിച്ചപ്പോൾ നീ എന്ത് സ്നേഹത്തോടു കൂടിയാണ് അവളോട് സംസാരിച്ചത്? അതിന് എന്റെ ഭാര്യയല്ല വിളിച്ചത്, നിന്റെ ഭാര്യയാണ് വിളിച്ചത്. ഭർത്താക്കന്മാരെ വഞ്ചിക്കുന്ന ഭാര്യമാരെ നിങ്ങൾ ഒന്നും ചിന്തിച്ചോ? എന്താ ചിന്തിക്കേണ്ടത്? നീ ഒന്നും ചിന്തിക്കണ്ട. എടുക്കാൻ കിണറ്റിലിടും. എത്ര നേരായി ഒരു വണ്ടി നോക്കി നിൽക്കുന്നു. ഒരു വണ്ടി നിർത്തണമല്ല, 10-20 വണ്ടിക്ക് ഞാൻ കൈ കാണിച്ചു. എന്ത് കഷ്ടാണ് ചേട്ടാ ഇത്. ആ ചേട്ടാ ഒന്ന് നിർത്തണം, ഒരു ലിഫ്റ്റ് തന്നെ. അത്യാവശ്യമായിട്ടൊന്ന് ഓഫീസിൽ വരെ പോകാനാണ്. എവിടെ ഞാൻ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. സ്കൂൾ ബസ് വന്നു, നടന്നു പോകാം, അതേ അടക്കുള്ളൂ. ചേട്ടാ ഹലോ, എന്ത് പറ്റി? എന്ത് പറ്റി ചേട്ടാ? എഴുന്നേക്ക്. എന്ത് പറ്റി? എഴുന്നേക്ക്. വണ്ടി ഇടിച്ചിട്ടതാ. എടാ ഈ നാട്ടിലൊരു മനുഷ്യനാണ് ഒരു ചേട്ടനെ വണ്ടി ഇടിച്ചിട്ട് ആരും ചോദിക്കാനില്ലേ? എന്തൊരു കഷ്ടമാണ്. ചേട്ടൻ പേടിക്കട്ടെ, ഞാൻ കൊണ്ടുപോവാ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ. വേദന ഭയങ്കര വേദന. വേദന. അയ്യോ ചേട്ടാ, ഹലോ ഒന്ന് നിർത്തണേ, ആ വണ്ടി നിർത്തണേ പ്ലീസ്. ഒരു അത്യാവശ്യ കേസാണ്, ഒന്ന് സഹായിക്കണേ. ഈ ഡോർ തുറന്നിട്ട് അവിടെ നിൽക്കണേ. അയ്യോ നിക്കണേ ചേട്ടാ, അവിടെ നിൽക്കണേ. ഒന്ന് പോടാ. എന്നാ വണ്ടി പോട്ടെ.